ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ ബിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്ക് അകമതിലുളവാം പത്മ ആറെങ്കിലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യ ഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാ മക്കൾക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് ഇവിടെ ബിജു, ഗീതാ നായർ, ജയാനിൽ, പ്രസന്ന, രുക്മിണി, മോഹൻ, ജഗദമ്മ, താരാ മനോജ്, നിർമ്മല രമേഷ്, പ്രമിള സുനിൽ, ബാലൻ, അജിതാഭായ് 2 മക്കൾക്കും ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ ഇതൊരു നിമിത്തമാണ് മക്കളെ. നന്നായി പ്രാർത്ഥിക്കുക. എന്താ മക്കൾക്ക് വല്ല വിഷമമാണോ ഒന്നും അറിയില്ല. എന്തു ആയാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാൻ നമുക്ക് അത്ര മുട്ടിപ്പായി എല്ലാവരോടും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകും. ഈശ്വര കൃപ, ഭഗവാന്റെ അനുഗ്രഹം, ലോകമാതാവായ പരാശക്തിയായിരിക്കുന്ന അമ്മയുടെ ആ ശക്തി, പവർ, അതൊക്കെ ഈ നാമത്തിൽ കൂടി വരും. ഇതിനെല്ലാം നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകർ മാത്രമാണ് മക്കളെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകാൻ എല്ലാവർക്കും നന്നായി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. എന്തെങ്കിലും അത്യാവശ്യ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഹീൽ അയക്കുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു? ഭഗവാന്റെ ഹീല്, പരമാത്മാവായ ഈശ്വരൻ്റെ ആ അമ്മ ലോകമാതാവും പരമാത്മാവായ പരമ്പൊരുളും ഏകമാണ്. അതായത് പരബ്രഹ്മം എന്ന് പറയുന്നത് പ്രകൃതിയും പുരുഷനോടെ ചേർന്നതാണ്. അതെങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലും വെള്ളവും കൂടെ ഒന്നായി ചേർന്ന് ലയിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. പ്രകൃതിയും പുരുഷനും വെച്ചാൽ അമ്മയും അച്ഛനും, ലോകപിതാവും ലോകമാതാവും, അതിൽ നിന്നാണ് സർവ്വതും ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതിന് പരാശക്തി. അപ്പോൾ അമ്മ വെള്ളമാണെങ്കിൽ ആ അച്ഛൻ അതായത് പിതാവ് പാലാണ് കുട്ടിക്കോ. അപ്പോൾ പാലും വെള്ളം കൂടെ ചേർന്നാൽ ഒന്നായി തീരും. അവിടെ രണ്ടുകൂടെ ലയിച്ച് മാറുമാറും വെളുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. വെള്ളം വേർതിരിച്ച് മാറ്റാൻ ഒക്കാത്ത രീതിയിൽ നിൽക്കുന്നത് പോലെ ഈ പ്രകൃതിയും പുരുഷനും അതായത് പരാശക്തിയും അമ്മ മാതാവ് ആ പിതാവും രണ്ടും ഏകമാണ്. അതുതന്നെയാണ് ലോക പരബ്രഹ്മം, പരമാത്മാവ് നമ്മൾ പറയാം. അതിൽ നിന്ന് ഈ പരാശക്തിയിൽ നിന്ന് തന്നെയാണ് മൊത്തം സൃഷ്ടിയും എല്ലാ മക്കളും ഇവിടെ എല്ലാം ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആ പരമാത്മാവായ പരബ്രഹ്മമൂർത്തിയുടെ ഭാര്യയാണല്ലോ പ്രകൃതി, മഹാമായ പരാശക്തി. അത് അവിദ്യയെന്നും വിദ്യയെന്നും 2 രൂപമുണ്ട്, 2 രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ അമ്മയെ നന്നായി പ്രാർത്ഥിക്കണം. നമ്മളെ പെറ്റമ്മയല്ലേ, ലോകത്തിൻ്റെ എല്ലാവരുടെയും അമ്മയല്ലേ, നമ്മളെല്ലാം പാലൂട്ടി വളർത്തുമല്ലേ, പ്രപഞ്ചമെല്ലാം നമുക്കുള്ള ആഹാരം തരുന്നതെല്ലാം അമ്മയല്ലേ. അപ്പോൾ ആ അമ്മയുടെ പവറാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇത് എല്ലാവരിലും ഉണ്ട് ഈ പവർ. അത് ആരും തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ചിലർക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാ? ഭക്തിപൂർവ്വം ഈ നന്മ ഏതാണ്? ഹരിഗുണം. നമ്മളതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ കൊണ്ട് വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം സൽക്കർമ്മങ്ങളാണോ? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഈ അമ്മ, അച്ഛൻ, ഈ ലോകമാതാവും പിതാവും കൂടെ ഇരിക്കുന്ന പരമാത്മാവ്, അവിടുത്തെ ആ പവർ നമ്മളെല്ലാവരിലും ഉണ്ടല്ലോ. അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണ് ഹീലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ ഹീൽ ഇതാ വരുന്നു. എല്ലാവരും എൻ്റെ വെച്ചാൽ എവിടെ നിന്ന് വരുന്നു? ആ പരാശക്തി, ആ അമ്മയിൽ നിന്ന്, അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വരുന്നേ ആ പരബ്രഹ്മമൂർത്തി നിന്നാണ് വരുന്നത്. അല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല. അത് നമ്മൾ ഭഗവാനുള്ള അത്രമാത്രം എല്ലാവരും ഭക്തിപൂർവ്വം ഇതങ്ങനെ ആയിത്തീരണം എല്ലാവരും. അപ്പോൾ അവരവർക്ക് തന്നെ ഹീൽ ചെയ്യാം.
എന്താ ആ പരാശക്തി നമ്മളങ്ങ് ഒഴുകി ഇറങ്ങുമല്ലേ, അതാണ് ഹീലെന്ന് പറയുന്നത്. അപ്പോൾ അവരവർ തന്നെ നന്നായി അതായി തീരുക, അതാണ് നമ്മളുടെ എത്ര 3 വർഷം കൊണ്ട് ഈ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ABCD 26 അക്ഷരത്തിൽ എയും ബിയും സി ഒക്കെ എനിക്കുള്ളു, അതേ ഉള്ളു പറഞ്ഞു കൊടുക്കാൻ. അതെങ്കിലും നമ്മളെല്ലാവരും ആയി തീരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. ആ ഭഗവാന്റെ ഹീലാണ് മക്കളെ, ഭഗവാന്റെ കൃപ അത് നമ്മളെല്ലാവരിലും ഉണ്ട്. എല്ലാവർക്കും അതുണ്ടാവട്ടെ, എല്ലാവർക്കും ശക്തി ഉണ്ടാവട്ടെ, എല്ലാവർക്കും ആ പവർ അങ്ങോട്ട് വരുന്നു, എന്താവശ്യങ്ങളും നേടട്ടെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശ്രീ മധുരാഷ്ടകം ചൊല്ലിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഭാഗവതം നോക്കാം. എല്ലാ മക്കൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാം മക്കളെ. പ്രാർത്ഥനയിൽ കൂടിയാണ് ഈ കൃപയും ഭഗവാന്റെ കൃപ നമ്മൾ തന്നെ നേടിയെടുക്കണം. അത് ഈ നാമങ്ങൾ ജപിക്കുകയും അത് എന്താ പറയുക, കലികാലത്തിൽ ആരാധന കീർത്തനങ്ങൾ ആലപിക്കുക. അപ്പോൾ ഭഗവാന്റെ ആ കൃപയും ആ ശക്തിയും ഒക്കെ നമുക്ക് വരും. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം വേണോർമധുരോ രേണോർമധുര പാണേർമധുര പാദൗ മധുരോ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം ഗുഡ്യാ മധുര മാലാ മധുര യമുന മധുര വീചി മധുര സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുര ലീലാ മധുര യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുര ഗാവോ മധുര അഷ്ടേർമധുര സൃഷ്ടേർമധുര ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. ഭഗവാൻ മധുരയുടെ അധിപനാണ്. ആ ഭഗവാന്റെ അധരം ചുണ്ടുകളും മധുരമാണ്, വദനം മുഖം മധുരം, എല്ലാം നയനം കണ്ണു മധുരം, ഹസിതം ഭഗവാന്റെ ഹസിതങ്ങളും ഭഗവാന്റെ ഹൃദയവും ഗമനവും എല്ലാം സകലവും അഖിലവും മധുരമാണ്. അത്ര മഹാത്മ്യമുള്ള മധുരമാണ്. നമുക്ക് ഭഗവാൻ എത്രത്തോളം ഭക്തിയോട് സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ഹരിഗുണം എന്താണ്? ഹരിഗുണം ഈ ഗുണത്തെ അത് പരമാത്മാവിനായ ആ ഹരി എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മാവെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ഏകമാണ്. ആ ഏകം തന്നെയാണ് ഇവിടെ ഓരോരോ ഗുണങ്ങൾക്ക് മാത്രം ഇവിടെ പറഞ്ഞത്. ഇന്ന ഗുണം ഇന്ന ഗുണം, കാരണം ഓരോ ഗുണത്തിന് വേണ്ടി പറയുന്നു. ഹരി ഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. ആ സത്വഗുണം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്മ ഒരു എന്ത് ജോലിയിലും അത് എന്ത് കർമ്മത്തിലും സൽക്കർമ്മം എന്ന് പറയുന്നത് ഒരു മാലിന്യമില്ലാത്ത സൽപ്രവൃത്തി,
അതാണ് ഹരിഗുണം. നല്ല വചനം, നല്ല വർത്തമാനങ്ങൾ, നല്ല അതായത് നല്ല എപ്പോഴും നന്മയുള്ള വചനങ്ങളും നന്മ ഉണ്ടാകുന്ന ചിന്തകളും നന്മയുള്ള പ്രവൃത്തികളും ഇതൊക്കെ സത്വഗുണങ്ങളാണ്. ഈ ഗുണത്തിന് വേണ്ടി പറയുന്നത് ഹരിഗുണമെന്ന്. എന്നാൽ അവിദ്യയാണ് തമോ ഗുണം. അവിദ്യ വെച്ചാൽ ഇതൊന്നും അറിയില്ല, ആർക്കും അറിയത്തില്ല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ വാക്കുകൾ വന്ന് എന്താണ് ഗുണമെന്ന് എന്താണെന്നോ, സത്വ ഗുണം വെച്ചാൽ അത് നന്മ എന്താണെന്നോ, കണ്ണി കണ്ടതൊക്കെ പറയുന്നു, കണ്ണി കണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തൊക്കെയോ അതിൽ നല്ലതും ചള്ളും എല്ലാം കലർന്ന് തന്നെ കിടക്കുക, തിരിച്ചറിവില്ല. എന്നുവെച്ചാൽ വിദ്യയില്ല. എന്ത് വിദ്യയാണ്? ഈ ലോക വിദ്യയല്ല, ആത്മീയമായ വിദ്യ, ആത്മാവിനെ തിരിച്ചറിയാനുള്ള വിദ്യ. അതാണ്. അതിന് ഹരിഗുണം തന്നെ വേണം. തമോ ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നന്മ എന്താ തിന്മ എന്താ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മൂഢത്വമല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഗുണത്തെ പറ്റി പറയുന്നത്. അപ്പോൾ പരമാത്മാവായ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ഈ ഹരിയും, ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ശിവനും, ആ പരമശിവനും, ആ പരബ്രഹ്മം തന്നെയാണ് രജോ ഗുണവും. രജോ ഗുണം എന്താണ്? ഈ ലോക ജീവിതത്തിലേക്ക് രജോ ഗുണം ഉള്ളവർ എപ്പോഴും എനിക്ക് ഒന്നുമില്ല, അതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, അത് പോരാ, ഇത് പോരാ എന്നുള്ള ചിന്തയിൽ തന്നെ കഴിഞ്ഞു കൂടുന്നതാണ്. ഒരിക്കലും അവർക്ക് നിറവില്ല. പോരാ പോരാ പോരാ, ഈ ഒരു ചിന്ത മാത്രമാണ് രജോ ഗുണം. അതുകൊണ്ട് നമുക്ക് സത്വഗുണം തന്നെ നമുക്ക് എടുത്താൽ എന്തൊക്കെ കിട്ടും? ഭക്തി വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഭക്തി വർദ്ധിച്ചാൽ എന്ത് കിട്ടും? മോക്ഷവും കിട്ടും. മോക്ഷവും ഭക്തിയും ഭക്തിയിൽ കൂടി എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പോൾ എന്ത് വരും? നമുക്ക് ഭുക്തിയും കിട്ടും. അതായത് ആഹാരം, ഈ ലോകത്തിലുള്ള എന്ത് വേണം അതും കിട്ടും, മോക്ഷവും കിട്ടും, രണ്ടും കിട്ടും. അതായത് നമുക്ക് ഒന്നും വേണ്ടാത്തൊരവസ്ഥ, നിറഞ്ഞിരിക്കുന്ന നമുക്ക് ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥ സത്വഗുണം. ഒന്നിനേക്കും ആഗ്രഹമില്ല. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു, എല്ലാം പരമാത്മനെ അർപ്പിച്ച് ചെയ്യുന്നു. നമ്മൾ കർമ്മം ചെയ്യുന്നത് മാത്രം എന്താ? ഈശ്വരനാണ് ചെയ്യുന്നത്, നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവിടെ നല്ലതെന്താ തിന്മ എന്നും തിരക്കേണ്ട കാര്യവുമില്ല. പട്ടാളക്കാരന് എന്ത് ചെയ്യണം? അയാളെ കർമ്മം ചെയ്യണം. അവിടെ യുദ്ധമാണെങ്കിൽ അയാൾ വധിക്കുന്നു, കുടുകൂടാന്ന് എന്താ പറയുക, ഈ വെടിവെച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? അയാളെ കർമ്മമാണ് അത്, മനഃപൂർവ്വം ചെയ്യല്ല. ശത്രുക്കൾ വന്ന് ഇവനെ വധിക്കാതിരിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ ഒരു ശത്രു, ഇപ്പോൾ ഒരു നിസാരം ഒരു പുഴു പോലും നമുക്ക് ശത്രുവാന്ന് കണ്ടാൽ നമ്മളവിടെ എന്ത് ചെയ്യും? നമ്മളതിനെ കൊല്ലും. അത് അല്ലെങ്കിൽ നമ്മുടെ പുറത്തെങ്ങാണം ഒട്ടിയാൽ നമുക്ക് പുഴു ആട്ടും. അത് പേടിച്ച് നമ്മളൊരു പുഴുവിനെ പോലും വധിക്കുന്നു. പക്ഷെ എന്താ കാരണം? പേടിച്ചിട്ട്, നമുക്ക് പേടി കൊണ്ട് കൊല്ലുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്ത് കർമ്മം ചെയ്താലും ഈശ്വരനെ അർപ്പിച്ച് ചെയ്താൽ അവിടെ പുണ്യമാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഒരു സത്വഗുണമുള്ള ഒരാൾ പുണ്യം തന്നെയായിരിക്കും, കൂടുതൽ സൽക്കർമ്മങ്ങളെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് അതിനൊരു ഉദാഹരണം, നമുക്കിപ്പോൾ ഈ ഭാഗവത പാരായണം തന്നെ ഒരു പാരായണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒന്നും ആയില്ല, വേറെ ഇച്ചിരിയേ ഉള്ളൂ. എനിക്കതിനെന്ത് വാക്കുകളില്ല പറയാൻ. എങ്കിലും 4 വരിയെങ്കിലും ഇത് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന അതിൻ്റെ അർത്ഥം എന്താ? അത് പുണ്യവും വേണ്ട പാപവും വേണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മം നല്ലതാണല്ലോ, അത് തിന്മയല്ലല്ലോ. അപ്പോൾ അത് 3 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ജനിച്ച നാളൊട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒന്നും നമുക്ക് ആഗ്രഹമില്ല ചെയ്യുന്നെങ്കിൽ അതും ദോഷമല്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്കൂടെ നമുക്ക് ഇതിന് ആഗ്രഹമില്ലെങ്കിൽ ഇതിനിടയ്ക്കൂടെ ഒരു പുഴുവിനെയോ ഒരു പാറ്റയോ മറ്റതിനെ നമ്മൾ കൊന്നുപോയാലോ? ഒരുപാട് പുണ്യം ഇതിനിടയ്ക്കൂടെ നമ്മൾ കർമ്മം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെയും വേണ്ട അതിൻ്റെയും വേണ്ട, നമുക്ക് ഒന്നിൻ്റെയും ആഗ്രഹമില്ല. അതുകൊണ്ട് എന്താ ആഗ്രഹമില്ലാത്ത? നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു, ഫലം ആഗ്രഹിക്കുക. എനിക്ക് ഭാഗവതം ഇതിപ്പം 4 വരി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എൻ്റെ ഭഗവാന്റെ വേല ചെയ്യുന്നു, എനിക്കൊരു ഫലവും വേണ്ട, എനിക്കൊരു ആഗ്രഹവുമില്ല, ഇതിൽ കൂടെ എന്ത് കിട്ടുമെന്നുള്ള ആഗ്രഹമേ എനിക്കില്ല. അതുപോലെ ഓരോ കർമ്മങ്ങൾ ഈ ആഗ്രഹം ഇല്ലാതെ ചെയ്താൽ നമുക്ക് അവിടെ പുണ്യം ചെയ്താലും ആഗ്രഹമില്ല, അതിൻ്റെയും ഫലം വേണ്ട. ചിലപ്പം അതിനകത്ത് ഇടയ്ക്കൂടെ ചിലപ്പോൾ പാപകർമ്മമായിരിക്കും ഒരു പുഴുവിനെ ചിലപ്പോൾ കൊല്ലുന്നത്, അതിൻ്റെയും എനിക്ക് ഫലം വേണ്ട, എനിക്ക് അതിൻ്റെയും ആഗ്രഹമില്ല, ഒരാഗ്രഹവുമില്ല. അപ്പോൾ പിന്നെ അവിടെ പാപം എങ്ങനെ വരും? നമ്മൾ കൂടുതൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളല്ലേ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പുണ്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഫലവും ആഗ്രഹിച്ചില്ലെങ്കിലും കഴിയുന്നതും പാപകർമ്മം ചെയ്യാതിരിക്കുക, ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ ഭയന്നിട്ട് ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ ഒരു പാർവാലിയെയോ ഒരു പാറ്റയോ ഒരു എലിയോ എന്തെങ്കിലും നമ്മളിങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ നമുക്ക് അയ്യോ ഭഗവാനെ നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. അവിടെ പിന്നെ എന്നാലും നമുക്കൊരു മനസ്സങ്ങ് ചിലപ്പോൾ കൊന്നിട്ടായിരിക്കും അയ്യോ ഇതിന് ജീവൻ ഉണ്ടായിരുന്നല്ലോ, ദൈവമേ ചെയ്തു പോയല്ലോ. അപ്പോഴാണ് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് പോയാലും നമുക്ക് ഭഗവാനോട് അഭയം പറയാം, അയ്യോ പേടിച്ചിട്ട്
ചെയ്തു പോയി, ഭഗവാനായിട്ട് ചെയ്തു, ഭഗവാനാണ് ചെയ്തത്, നമ്മളൊന്നും തന്നെ അറിഞ്ഞില്ല. മനസ്സ് ആ കൊന്ന സമയത്തുള്ള മനസ്സതിലില്ലായിരുന്നു. മനസ്സതിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പുഴുവിനെ ഒന്നും ആഗ്രഹിക്കാൻ ചെയ്യുന്നൊരു വ്യക്തി ഒരു പുഴുവിനെ കൊന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, മനസ്സതിലില്ല. മനസ്സെപ്പോഴും പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുക. എന്ത് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എല്ലാം ഭഗവാനെ നാരായണ എന്നൊരു ചിന്ത മാത്രം ഒരു 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 ഭക്തനുണ്ടെങ്കിൽ അവിടെ യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. കാരണം മനസ്സെപ്പോഴും ഭഗവാനിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭാഗവതം വായിച്ചാലും നമ്മൾ ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. പുഴുവിനെ കൊന്നാലും നമ്മൾ അറിയുന്നില്ല. എന്താ കാരണം? പരമാത്മാവിൽ ലയിച്ചിരിക്കുക. അപ്പം നമ്മൾ അറിയുന്നു, കൊല്ലുന്നത് അറിയുന്നില്ല, ഭാഗവതം വായിക്കുന്നത് അറിയുന്നില്ല. ഭഗവാൻ നടത്തിക്കുന്നു, എന്തൊക്കെയോ ചെയ്തു പോകുന്നു, ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്തും നമ്മൾ അർപ്പിക്കൂ, ഭഗവാനിൽ അർപ്പിക്കൂ. ഫല അപേക്ഷ കൂടാതെ, യാതൊരു ഫലവും ആഗ്രഹിക്കാതെ സമർപ്പിക്കൂ. സർവ്വതും ഭഗവാൻ സമർപ്പിക്കൂ എന്ന് പറയുന്നത് എന്താ? ഇതിൽ നിന്ന് മോചനമല്ലാതെ വരത്തില്ല. മനുഷ്യനായിട്ട് ജനിച്ചു പോയില്ലേ, പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നു പോകും. നമ്മൾ അറിയാതെ ഒരുപാട് ചെയ്യുന്നുണ്ട്, അത് അറിഞ്ഞല്ല. എന്നാലും അതിനെയാണ് എല്ലായ്പ്പോഴും ഈശ്വർ തന്നെ സമർപ്പണം ചെയ്യണമെന്ന് പറയുന്നത്. എന്ത് ചെയ്താലും ഭഗവാനിൽ അർപ്പണം. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഈശ്വരനായിട്ടല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഒരു കൂമ്പാരമായി പോകും. അത് വാസനയായിട്ട് കിടന്ന് എത്ര ജന്മം ജനിച്ചാലും ഇതിനെ കടം വിടാൻ പറ്റത്തില്ല. പലിശ സഹിതം ഇവിടെ കിടക്കും മക്കളെ. അതുകൊണ്ട് സർവ്വകർമ്മങ്ങളും പരമാത്മനെ അർപ്പിക്കുക. ഗുണവും വേണ്ട, ദോഷവും വേണ്ട. ഇപ്പം 1000 ഗുണമാണ് നമ്മൾ ചെയ്താൽ, 1 2 പാപം ചിലപ്പോൾ അറിയാതെ ചെയ്ത് പോയാലും അവിടെ ഒരു പാപം നമുക്കില്ല. നമ്മൾ ഈ 1000 പുണ്യം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളായിട്ട് നമ്മുടെ ദേഹം കർമ്മം ചെയ്യുന്നു എന്നല്ലാതെ മനസ്സ് പരമാത്മാവിൽ തന്നെ ലയിച്ചാൽ മതി. പരമാത്മാവിൽ ലയിച്ചുകൊണ്ട് നമ്മൾ ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ ഈശ്വരാരാധന ചെയ്യുക, നാമജപങ്ങൾ ചെയ്യുക. അതുപോലെ എന്ത് കർമ്മങ്ങളും, കൈ കിട്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴെല്ലാം അതെല്ലാം ഭഗവാൻ അർച്ചനയായി, ഭഗവാന് പൂജയായി. ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കർമ്മത്തിൻ്റെയും ഫലം ഇവിടെ കിടക്കത്തില്ല, ഒരു വാസനയും വരത്തില്ല. സർവ്വതും സമർപ്പണം. അങ്ങനെ നമുക്ക് മുക്തനാവാൻ പറ്റൂ. അതാണ് ഹരിഗുണം. ഹരിഗുണം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹരിഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം. ഇത് എന്തുവരും? നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ട് ഇതൊക്കെ വന്ന് ചേരും. നമുക്ക് ആഗ്രഹമില്ലെങ്കിലും ഭഗവാൻ എവിടോ ഒരു വരിയിൽ കിടപ്പുണ്ട്. ഭഗവാനെ സ്തുതിച്ചാൽ, നാരായണനെ ഭജിച്ചാൽ ഭഗവാൻ മൊത്തം നശിപ്പിക്കുമെന്ന്. എന്നിട്ട് ഭഗവാൻ അതിൻ്റെ ബാക്കി അതിൽ തന്നെ പറയുന്നുണ്ട്, അത് കൊടുത്താൽ മതം അഹങ്കാരം വന്നു പോകും. അഹങ്കാരം വരുന്നതുകൊണ്ടാണ് ഭഗവാൻ എടുത്ത് കളയുന്നത്. അഹങ്കാരം ഇല്ലാത്തൊരു വ്യക്തിക്ക് ജനിച്ച നാൾ തൊട്ട് ഒരേ സ്വഭാവമായിരിക്കും ആ ഒരു അഹങ്കാരമില്ലാത്ത ഒരു വ്യക്തിക്ക്. 90-ാം വയസ്സിലും ഈശ്വരൻ എന്തെല്ലാം വാരി കൂന കൂട്ടി കൊടുത്താലും അവൻ്റെ ഹൃദയത്തിൽ യാതൊരു അഹങ്കാരവും ഇല്ലാതെ എപ്പോഴും ഉള്ളതിൽ നിന്നും വീണ്ടും വീണ്ടും താഴ്മയിലേക്ക്, എളിമയിലേക്ക് തന്നെ പോകും. അതായത് നെല്ല് വിതച്ച്, അത് വിത്ത് വിതച്ച് അത് കിളിച്ച് പാകമായി കതിര് വന്നാൽ അത് മുറ്റി വരുമ്പോൾ അത് എങ്ങനെ വരും? അത് വളഞ്ഞൊടിഞ്ഞിങ്ങനെ വഴങ്ങി കുനിഞ്ഞ് കിടക്കുന്നത് പോലെ 100 മേനി വിളയുന്ന നെല്ലാണ്. അതിങ്ങനെ കതിരെല്ലാം കൂടെ അങ്ങ് കമന്ന് ഉച്ചും കുത്തി കിടക്കും. അതുപോലെ നമുക്ക് എത്രത്തോളം ഭഗവാൻ ഫലം, എത്രത്തോളം നമുക്ക് നന്മ കൊണ്ട് നിറച്ചാലും നമ്മുടെ മനസ്സ് അതുപോലെ എളിമയായി വഴങ്ങി താഴേക്ക് നിൽക്കുന്ന അവസ്ഥ, ഒരു വിനയം, താഴ്മ അതുണ്ടെങ്കിൽ ഒന്നും എടുത്ത് കളയത്തില്ല. വേണ്ടെന്നൊക്കെ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയത്തില്ലെന്ന് മാത്രം. എല്ലാം എന്തൊക്കെ വേണമെന്ന് ഭഗവാൻ അറിയാം. അതിങ്ങനെ വന്ന് ഒരു ഭക്തൻ്റെ മുമ്പിൽ എല്ലാം വന്ന് ചേർന്നോളും. ഒന്നും ചോദിക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. അപ്പോൾ പിന്നെ ഇതൊന്നും ആരും വായിക്കരുത്. നമുക്ക് അതാണ് നമുക്ക് വായിക്കാനുള്ളത്. നമുക്കത് വായിക്കാം. നമ്മൾ ത്രിമൂർത്തികളുടെ മഹത്വ പരീക്ഷണമായിരുന്നു. അതായത് ഭൃഗുമഹാമുനി 3 അതായത് ബ്രഹ്മാവിൻ്റെ അടുക്കലും പരമേശ്വരൻ്റെ അടുക്കലും പാലാഴിലും ചെന്നപ്പോൾ ബ്രഹ്മാവ് കുപിതനായി ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം ഉണ്ടായി. ആ ദേഷ്യം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഭൃഗുമുനി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ അവിടുത്തെ മഹിമ അറിഞ്ഞു. കുപിതനായവൻ ദേഷ്യം ഉണ്ടെന്ന് അറിഞ്ഞു. നേരെ കൈലാസത്തിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ പരമേശ്വരനൊക്കെ ചെന്നപ്പോൾ എന്തുവന്ന്? അനുജനാണ് ഈ ഭൃഗുമുനി. ഭഗവാൻ അനുജനായിട്ട് വരും. ഒരു അവതാരം ശിവശങ്കരനായിട്ട് ബ്രഹ്മാവിൻ്റെ മകനായിട്ട് വന്നതുകൊണ്ട്, ഭഗവാന്റെ ഒരു അവതാരം അതായതുകൊണ്ടും ബ്രഹ്മാവിൻ്റെ മകനാണ് ഭൃഗുമുനി, അതുകൊണ്ടും അവർ ജ്യേഷ്ഠനും അനുജനുമായിട്ട് വരും. അപ്പോൾ അനുജൻ ചെല്ലുന്ന കണ്ടുകൊണ്ട് പരമേശ്വരൻ എന്ത് ചെയ്ത്? ആലിംഗനം പുണർന്ന് കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ ബ്രഹ്മഘ്ന എന്നെ തുടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ബെല്ലും ബ്രേക്കുമില്ലാതെ പരമേശ്വരൻ കോപിച്ചിട്ട് ശൂലമെടുത്ത് കുത്താൻ ചെന്നപ്പോൾ ഈ ഭൃഗുമുനി അവിടുന്ന് വെച്ച് പിടിച്ച് പാലാഴിലേക്ക് പോയി. അപ്പം 2 പേരുടെയും മാഹാത്മ്യം അറിഞ്ഞ് ശിവൻ്റെയും
ഈ പിന്നെ ബ്രഹ്മാവിൻ്റെയും. അവിടുന്ന് പാലാഴിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ പരമാത്മാവായ നാരായണൻ ഹരി മഹാവിഷ്ണു ഇന്ദിരയുടെ മടിയിൽ തലവച്ച് നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഈ മുനി ചെന്ന് എന്ത് ചെയ്ത് നെഞ്ചത്തിൽ വക്ഷത്തിലൊരു ചവിട്ട് കൊടുത്തപ്പോൾ ഭഗവാൻ ഉണർന്നിട്ട് പറഞ്ഞെന്താ, മൂഢനെ പോലെ ഉറങ്ങിപ്പോയി, അങ്ങ് വരുന്നതിന് അറിഞ്ഞില്ലല്ലോ, ക്ഷമിക്കണമേ എന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ ഹരിഗുണം? ഹരിഗുണം വെച്ചാൽ എന്താണ്? സത്വഗുണം. നമ്മളെല്ലാവരും അങ്ങനെ ആയിത്തീരണം. ഒരുത്തനൊരു തെറ്റ് ചെയ്താൽ ഞാൻ തന്നെയാണ് അതിലും, പരബ്രഹ്മമാണ് സർവത്തിലും. ആ തെറ്റ് കണ്ടാലും അത് ഞാൻ തന്നെയല്ലേ, അവിടെ ഒരു ക്ഷമ, ഞാൻ തന്നെയല്ലേ ആ കുറ്റം ചെയ്തും അനുഭവിച്ചതും. ചവിട്ട് കൊണ്ടതും ഞാനാണ്, ചവിട്ടിയതും ഞാനാണ്, ഞാനല്ലാതെ ഒന്നും ഇവിടെ കാണുവാനില്ല. സത്വഗുണം മടിച്ചവർക്ക് ഇതാണ് അവസ്ഥ. സർവത്തിലും പരബ്രഹ്മത്തെ കാണും. അത് നീയെന്നും ഞാനെന്നും പ്രത്യേകതയില്ല, സർവത്തിലും. ഒരു പുഴുതൊട്ട് ബ്രഹ്മാവര എല്ലാ പുൽക്കൊടിയിലും അങ്ങനെ കാണുന്ന ഗുണമാണ് സത്വഗുണം. അതാണ് ഹരിഗുണം നമ്മൾ പറയാം. ഇവിടെ ഗുണത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഹരിഗുണമാണ്, സത്വഗുണമാണ് നല്ലത്. അവിടെ എന്ത് വന്നു? എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഭഗവാൻ, അതായത് ഈശ്വരൻ ഭഗവാൻ നാരായണൻ എന്താ പറയ്ക്കും? എന്തേ ഭവാൻ അതായത് ഭൃഗുമുനിയോട് പറയുന്നത്, ഇപ്പോൾ സുഖമായിരിപ്പിതോ, അങ്ങയ്ക്ക് സുഖമാണോ ഇതാ ചോദിച്ചത്. അവിടെ ഒരു ദേഷ്യവും ഇല്ല. പരമാത്മാവായ ഭഗവാൻ സത്വഗുണം അതാണ്. ഞാനും നീയും ഏകമാണ്, ഒന്നാണ്. അതുകൊണ്ട് സർവപാപാപഹമാകും തവ പദദ്വന്ദ്വരേണുക്കൾ, അതായത് എൻ്റെ സർവ പാപങ്ങളും മൊത്തവും അങ്ങയുടെ രണ്ട് പാദം ചവിട്ടിയ രേണു, ആ പൊടികൾ കൊണ്ട് എൻ്റെ ഗൃഹം ശുദ്ധമായി. എന്നിട്ടോ ഇപ്പോൾ വരുന്നത് ഓർത്തിടാതെ ഞാൻ അറിഞ്ഞില്ല, അങ്ങ് ഇവിടേക്ക് വരുന്ന കാര്യം ഞാൻ അറിയാതെ മൂഢരെ പോലെ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ടോ എൻ്റെ ഈ മൂഢത അങ്ങയുടെ കാരുണ്യം കൊണ്ട് അത് ക്ഷമിക്കണമേ എന്നവിടെ ഭഗവാൻ പറയുന്നു. നമ്മൾ ആരിങ്ങനെ പറയും? നമ്മളെപ്പോലെ ഒരു വ്യക്തി, ഇപ്പോൾ പരമാത്മാവാണോന്നില്ല, നമ്മളെപ്പോലൊരു വ്യക്തി, ഒരു മനുഷ്യൻ വന്ന് നമ്മളോട് എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ എന്താ ഉടനെ പ്രതികരിക്കുന്നത്? അങ്ങനെ ആർക്കും പറ്റുമോ ഇതുപോലെ ആവാൻ? അപ്പോൾ സത്വഗുണം പഠിച്ചാൽ ഇങ്ങനെ ആകണം. അത് ആർക്കും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഗുണത്തിന് അതീതനാവുക. ഇവിടെ സത്വവും ഇല്ല, രജസവും ഇല്ല, തമസും ഇല്ല, അതിനും അപ്പുറത്തേക്ക് പോകുന്ന പരബ്രഹ്മമൂർത്തിയാണ് നാരായണൻ. അതായത് നിർഗുണാവസ്ഥ, ഗുണങ്ങളേ ഇല്ല. അവിടെ സത്വത്തിലെല്ലാം സത്വഗുണം എടുത്ത പരമാത്മാവ് ആ സത്വഗുണ പ്രധാനനാണ് ഹരി. അതിനൊക്കെ മേലേ പോകുന്നവർക്ക് മാത്രമേ നന്മ തിന്മകളെ വേർതിരിക്കാതിരിക്കൂ. നന്മയും തിന്മയും ഒരേ അവസ്ഥയിൽ ഒരേ കണ്ണുകൊണ്ട് കാണുന്നു, ഒരേ സമചിത്തത, സമദൃഷ്ടി. അങ്ങനെ വരണമെങ്കിൽ നമ്മളും പരമാത്മാവാവണം, നിർഗുണാവസ്ഥയാകണം. അപ്പോൾ അവിടെ എല്ലാത്തിനും മീതിയാകും. അതാണ് ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം എന്നിട്ടും പറഞ്ഞു, എന്നുടെ പാപശാന്ത്യർത്ഥം എൻ വക്ഷസി നിന്നുടെ പാദചിഹ്നം സദാ ഞാൻ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും? എന്നും ഞാനത് ധരിക്കും. എൻ്റെ വക്ഷസിൽ, എൻ്റെ നെഞ്ചിൽ ഈ പാദത്തിൻ്റെ ചിഹ്നം, അടയാളം അതെപ്പോഴും ഞാൻ തന്നെ വച്ചുകൊള്ളും, ധരിച്ചുകൊള്ളും. എന്താ? പാപശാന്ത്യർത്ഥം. ഇനി ഞാൻ മൂഢനെ പോലെ കിടന്ന് ഉറങ്ങിപ്പോകത്തില്ല. എൻ്റെ പാപം ഞാൻ മനസ്സിലാക്കി, ഞാൻ മൂഢനായിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് ഉണർവില്ലാതായിപ്പോയി. എൻ്റെ സർവ്വമാലിന്യങ്ങളും പോകാൻ വേണ്ടി ഇതെപ്പോഴും ഓർമ്മയ്ക്കായി എൻ്റെ ഹൃദയത്തിൽ നമ്മളും ചിന്തിക്കണം. ഇതൊക്കെ ഓർമ്മയ്ക്കായി നമ്മളും ധരിക്കണം. ഈ വാക്കുകൾ, ഈ വചനങ്ങൾ നിത്യവും അയവട്ടണം മക്കളെ. അല്ല നമ്മൾ ഇന്ന് ഇത് കേൾക്കും, അടുത്ത നിമിഷം നമുക്ക് ഈ ലോക മഹാമായയിൽ അകപ്പെട്ട് ഇത് മൊത്തം കഴുകിക്കളഞ്ഞിട്ട് വേണ്ടാത്ത മാലിന്യങ്ങൾ മൊത്തം അടുത്ത് ഹൃദയത്തിൽ വയ്ക്കും. എങ്ങനെ സത്വഗുണം നിലനിൽക്കും? പിന്നെ ഇന്ന് ലോകം മൊത്തം അങ്ങനെ. ഇന്നങ്ങോട്ട് സന്തോഷമായിട്ട് കേട്ടിട്ട് എടുത്ത് കളയും. എനിക്ക് ഒരു മകളെ എന്തായാലും കിട്ടി. എന്താ ഈ കൊച്ചിൻ്റെ പേര്? ജഗദമ്മ. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കഴിവായി കഴിഞ്ഞു കുട്ടിക്ക് യാതൊരു ആഗ്രഹവുമില്ല, സർവത്തിൽ നിന്നും വിരമിച്ചു, സർവർക്കും ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നും അതിൻ്റെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യാതൊരു ആഗ്രഹവുമില്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളം നിറഞ്ഞു കവിയണം, നമുക്ക് സർവത്തിനും നിറഞ്ഞു വരണം. ഒന്നും നമുക്ക് ആഗ്രഹമില്ലാത്തൊരവസ്ഥയായെങ്കിലേ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. ഭഗവാനെ ഇന്ന കുട്ടിക്ക് ഇന്നത് ചെയ്യണമേ എന്ന് നമുക്ക് ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം നമുക്കെല്ലാം മതിയായി. ഇന്ന് ആർക്കെങ്കിലും മതിയാവത്ര എങ്ങനെ പ്രാർത്ഥിക്കും? എല്ലാവരും പറയും പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമോ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എനിക്ക് എല്ലാം നിറവാണെങ്കിലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. ആ ജഗദമ്മ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഞാൻ പറയും, മക്കളെ ഇനി നീയും കൂടെ ഇതിലോട്ട് പ്രാർത്ഥിക്കും മറ്റുള്ള മക്കൾക്ക് വേണ്ടി. കാരണം നിറഞ്ഞ് കവിഞ്ഞവർക്ക് മാത്രമേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ.
നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ആകണം. എല്ലാത്തിനും നിറഞ്ഞു വരണം, എല്ലാം നിറഞ്ഞ് കവിയണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് അതിലേ ഭഗവാൻ പറയുന്നത് ഭക്തിപൂർവ്വം പ്രേമത്തോടുകൂടി ഭക്തിയോടുകൂടി നല്ല എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ഒരു പുഷ്പം, ഒരു തുളസിയോ ഒരു കിണ്ടിൽ അല്പം ജലമോ തന്നാൽ ഞാനത് സ്വീകരിക്കും. നിറഞ്ഞ് കവിയുന്നവർക്ക് മാത്രമേ ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ പറ്റൂ. ഇല്ലാത്തൊരു ഒരു കിണ്ടി വെള്ളവും ഒരു തുളസി കൊണ്ട് വെച്ചിട്ട് ഭഗവാനെ എനിക്കിതതില്ല, ദൈവമേ എൻ്റെ മക്കൾക്ക് മറ്റതില്ല, അവർക്കുള്ള വിവാഹം വന്നില്ല, അവർക്ക് വീടില്ല, കൂടില്ല, ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാ? ഇതിലെ വെള്ളം കൊടുക്കുന്നത് ഭഗവാന് എന്തെങ്കിലും ഇങ്ങോട്ട് വേണം. നമ്മൾ നമ്മുടെ അമ്മയെന്ന് ചിന്തിച്ച് നോക്ക്. പ്രസവിച്ച അമ്മയെ എപ്പോഴും അമ്മയെ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് മാത്രം അമ്മയെ സ്നേഹിച്ചാൽ ആ സ്നേഹം ഒരു സ്നേഹമാണോ? അതേസമയം ഒന്നും വേണ്ടാതെ അമ്മയും അച്ഛനോ, എൻ്റെ അമ്മയും അച്ഛനും എന്തിയേ, എൻ്റെ അമ്മയും അച്ഛനും എന്തെടുക്കുന്നു, അവർ തിന്നോ കുടിച്ചോ, അവർ എന്താണ് അവരുടെ ജീവിത രീതി, അവരെന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ തയ്യാറെടുത്ത് അമ്മയെന്ന് സ്നേഹിച്ച് നോക്കൂ. ആ അമ്മയ്ക്ക് കരുണയോടുകൂടി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും മക്കളെ. അല്ലാതെ നമ്മളെപ്പോഴും അമ്മ അമ്മ അച്ഛ അച്ഛ എനിക്കതില്ല ഇതില്ലെന്ന് എപ്പോഴും പറയുമ്പോൾ കിട്ടുന്ന മൊത്തവും കൊണ്ടുപോയാലും പിന്നും കിട്ടാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമാണെങ്കിൽ അത് തന്നെയാണ് ഭഗവാനും ചിന്തിക്കുന്നത്. എനിക്ക് ഈ ഒരു നോട്ടം വേണ്ട, എനിക്ക് ഈ ഭക്തനെ വേണ്ട, എന്നെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിവർത്തിയില്ല, ഈ പിള്ളേരെപ്പോഴും എന്നെ ശരണം പറഞ്ഞാൽ അത് വേണം ഇത് വേണം. ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ അമ്മയും അച്ഛനും എന്ത് ചെയ്യും? എപ്പോഴും ഇത് തന്നെ ആയാലും. അല്ലാതെ നമ്മൾ സ്നേഹം കൊടുത്തു നോക്കൂ, ഒന്നിനു വേണ്ടിയല്ലാതെ. ഈശ്വരനെ എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം അമ്മയും അച്ഛനുമാണെന്ന് നമ്മൾ എങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് പോലെ യാതൊന്നിനും അല്ലാതെ നമ്മൾ ഭഗവാനെ അങ്ങനെ ചിന്തിച്ച് സ്നേഹിക്കൂ. അപ്പം നമ്മളോടൊപ്പം തന്നെ ഭഗവാനെ ചിന്തിക്കുക. ആ ഭക്തന് യാതൊന്നിനും വേണ്ടിയല്ല, അപ്പോൾ അവന് വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് സ്വന്തം തന്തി തീരുമാനിക്കുന്നത് പോലെ ഭഗവാൻ തീരുമാനിക്കും. അങ്ങനെയാണ് സർവ്വതും ഒരു ഭക്തന് വന്നു ചേരുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എന്താ വേണ്ടത് അത് മൊത്തവും വന്നു ചേരും. ഇവിടെ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഭഗവാന്റെ വക്ഷസിൽ ഈ സർവ്വ പാപങ്ങളെല്ലാം പാപശാന്ത്യർത്ഥം എന്തെങ്കിലും തെറ്റ് മൂഢത അതൊക്കെ പോയി ശാന്തി ഭവിക്കാൻ വേണ്ടി ഈ ചിഹ്നം എൻ്റെ വക്ഷസിൽ എപ്പോഴും ഞാൻ ധരിക്കും. അങ്ങനെ മാനിച്ച് ഭഗവാൻ ചൊന്നത് കേൾക്കയാൽ മാമുനി എന്ത് ചെയ്തു? ആനന്ദമഗ്നനായി. അത്രത്തോളം അദ്ദേഹം ആനന്ദത്തിലങ്ങ് നിറഞ്ഞ് പരമാത്മാവിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ എത്രമാത്രം സന്തോഷം, ആനന്ദത്തിൽ ഒന്നും പറയാനില്ല. അതുപോലായിട്ട് മനസ്സിൽ എന്ത് കണ്ടു? വിഷ്ണുപദം അങ്ങ് ഉറപ്പിച്ചു. ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് നന്മ, ഇത് തന്നെയാണ് സത്വം, ഈ ഗുണം മതി. പരമാത്മാവിനെ അങ്ങ് ഉറപ്പിച്ചു. ഇത്രയ്ക്ക് ആനന്ദം വന്നത് എന്തുകൊണ്ടാണ്? തമോ ഗുണം ഉണ്ടെങ്കിൽ ആനന്ദം വരൂ? തമോ ഗുണത്തിൽ കൂടെ എങ്ങനെ ആനന്ദം കിട്ടും? സത്വഗുണം വന്നപ്പോൾ പരമാത്മാവിൻ്റെ വാക്ക് ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന നാരായണൻ ഹരിയുടെ വചനം പാപശാന്ത്യർത്ഥം ഞാൻ ഇത് തന്നെ വക്ഷസി വഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാമുനി ആ ഒരു വാക്കിൽ കൂടിയാണ് ഗുണത്തെ മനസ്സിലാക്കിയത്. സത്വഗുണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ ആ പാദത്തിൽ അങ്ങ് ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മോദേന ചെന്ന് മുനിജന സന്നിധോ. ഇദ്ദേഹം അവിടെ നിന്ന് വിട്ടടിച്ച് സരസ്വതി തീരത്ത് യാഗം ചെയ്യുന്ന അവിടെ മഹാമുനിമാരെല്ലാം ഇരിപ്പുണ്ട്. ഈ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞ് ചെന്ന് പറയാ. ഇവിടെ ശിവൻ്റെ അടുക്ക ചെന്നതും ശിവനും പരബ്രഹ്മമൂർത്തി തന്നെയാ, ഒന്നും വേറെയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഗുണത്തെ പറ്റിയാണ് പറയുന്നത്. ഓരോ ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഓരോ രൂപത്തെപ്പറ്റി നമുക്ക് പറഞ്ഞേക്കുന്നത്. ഇവിടെ ശിവപുരാണം വായിക്കാമെങ്കിൽ ശിവനെ പറ്റി തന്നെയായിരിക്കും മാഹാത്മ്യം പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇത് എന്താ, ഇത് വൈഷ്ണവർ ഹരിയെ പ്രാർത്ഥിക്കുന്നു, ശാക്തന്മാർ ശക്തിയെ പ്രാർത്ഥിക്കും, അവ പരാശക്തി അമ്മയെ. പിന്നെ മുഹമ്മദീയർ അള്ളാഹുവിനെ പ്രാർത്ഥിക്കും. അതുപോലെ ക്രിസ്ത്യൻസ് യഹോവയെ. ഇങ്ങനെ ഓരോ മതക്കാരും മതത്തെ പറയുന്നത് പോലേ ഉള്ളൂ. എല്ലാം പരബ്രഹ്മമൂർത്തിയാണ്. അപ്പോൾ ശിവശക്തി എന്ന് പറയുന്നത് ശക്തിയും ശിവനും ഏകമാണ്. എന്നാലും ചിലർ അമ്മയെ മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ പിതാവായ പരമേശ്വരനെ മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലർ എല്ലാം ഒന്നാന്ന് ആര് ഉൾക്കൊള്ളുമാണ് യഥാർത്ഥം. സർവ്വം ഏകമാണ്. അതാണ് ഇവിടെ ഭക്തിക്ക് പോഷകം. ഭക്തിക്ക് അത്രമാത്രം വളമാണ്. എല്ലാം ഏകമാണ് ചിന്തിക്കുമ്പോൾ അത് ഭക്തി അവതാരിൽ ഉദിച്ചുയരും. സർവ്വതും ഒന്നാ. മറ്റതെന്താ? ശിവന് വേറെയാ, ഹരി വേറെയാ, ബ്രഹ്മാവ് വേറെയാ, കൃഷ്ണൻ വേറെയാ എന്ന് ചിന്തിച്ചാൽ ഉള്ളത്തിൽ എങ്ങനെ നിറയും? എല്ലാം പരബ്രഹ്മം ഏകമാണെന്ന് നമ്മളെ ഉള്ളത്തിൽ. അതാണ് പരബ്രഹ്മമൂർത്തി. നിഷ്കളങ്കനായിരിക്കാനും ഒരു മാലിന്യമില്ലാത്ത നിഷ്കള ബ്രഹ്മമൂർത്തി പരബ്രഹ്മമാണ് നമ്മുടെ ഉള്ളം നിറഞ്ഞിരിക്കുന്നത്. കണ്ടാൽ നമുക്ക് പരമാനന്ദമല്ലേ?
അതുകൊണ്ട് ഇവിടെ എന്തു വന്നു, ഈ മുനി ചെന്ന് പറഞ്ഞു, മാധവ വാക്യങ്ങളൊക്കെയും ചെന്ന് അറിയിച്ചു, മുന്നമുണ്ടായവയെല്ലാം അറിയിച്ചു. അപ്പോൾ നന്ദിച്ചു മാമുനിമാർ ഭൃഗുവാക്യവും ഉന്നത ഭക്തിയോടെ നിനച്ചാരിതം. അങ്ങനെ ഉന്നത ഭക്തി വർദ്ധിച്ചു. ഈ മഹാമുനി എന്ന് പറയുക മറ്റുള്ളവർ കൂടെ ഭക്തി വർദ്ധിച്ചു. അപ്പോൾ യഥാർത്ഥം മനസ്സിലായപ്പോൾ എങ്ങനെ ഭൃഗുമുനി ആനന്ദമഗ്നനായി. അതേ അവസ്ഥ, അതേ കാര്യം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള മുനിമാരും എന്തു പറയും, ഉന്നത ഭക്തി ഉണ്ടായി. അപ്പം ഭക്തിക്ക് മാഹാത്മ്യം എന്താണ്? സത്വഗുണം. നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അത്? വിജ്ഞാനമാണ്, നല്ല അറിവാണ്. ആ ഉള്ളത്തിൽ അത്രത്തോളം ഭക്തി വർദ്ധിക്കാനുള്ള വളമാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാം. ഉന്നത ഭക്തിയോടെ നിനച്ചാരീതം. ഇവിടെ എല്ലാവരും മനസ്സിലാക്കി സത്വഗുണപ്രധാനായ മഹാവിഷ്ണു തന്നെയാണ്. ഈ സത്വഗുണം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്തി ഉണ്ടാകൂ. ഇങ്ങനെ ഉറപ്പിച്ചു. സത്വപ്രധാനൻ ഹരി എന്നു നിർണയം. അങ്ങനെ സത്വമായിരിക്കുന്ന സാത്വികത്തിന് പ്രധാനം ഹരി മഹാവിഷ്ണു തന്നെയെന്ന് നാരായണനാണെന്ന് നിർണയിച്ചു ഇവരെല്ലാവരും കൂടെ. ഇത്തം ഉറച്ചു ഹരി മുകുന്ദൻ പദദ്വന്ദ് കമലം ഉറപ്പിച്ചു സത്രവും നന്നായി യജിച്ചു മോക്ഷം ലഭിച്ചിടിനാർ. അങ്ങനെ അവരെന്ത് ചെയ്ത്? ഇതുപോലെ അങ്ങ് ഉറച്ച്. സത്വപ്രധാനനാക്കുന്ന മഹാവിഷ്ണു നാരായണൻ തന്നെയാണ് ഇതിന് യജ്ഞം നടത്തി വേണ്ടുന്ന ഭക്തി വർദ്ധിക്കാനും നന്മയ്ക്കും അത് സൽക്കർമ്മങ്ങളായിരിക്കുന്ന എല്ലാം ചെയ്യാനും ഒരു സൽക്കർമ്മിയായി ഒരു സത്വഗുണമായി പരമാത്മ ലയിക്കാനും ആനന്ദം അനുഭവിക്കാനും ഇത് തന്നെയാണ് ഉത്തമമെന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ട് ഹരി മുകുന്ദൻ പദം പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ്റെ ദ്വന്ദ്വം, രണ്ട് പദം, രണ്ട് കാലും എന്തുവന്ന് ദ്വന്ദ്വ കമലം, ആ പാദപത്മം ഉള്ളത്തിലങ്ങ് ഉറപ്പിച്ചെന്നിട്ട് എന്ത് ചെയ്തു? സത്രം യാഗം നന്നായി ചെയ്തു. നന്നായി അവർ സത്രം യാഗം നടത്തി. മോക്ഷം ലഭിച്ചവർക്ക് ഈ മോക്ഷം കിട്ടണമെങ്കിൽ ഈ സാത്വികം തന്നെ വേണം, സത്വഗുണം തന്നെ വേണം. കാരണം അറിവാണ് ഈശ്വരൻ. അറിവില്ലാത്ത മൂഢത പറ്റുന്ന എന്ത് ചെയ്യും? അജ്ഞാനികൾക്ക് എങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടാകും? എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റി ഭക്തി വർദ്ധിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ, സൽചിന്തകൾ, സൽപ്രവർത്തികൾ, സൽവാക്കുകൾ, നമ്മളെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം സത്വമായിരിക്കണം, നല്ല ഗുണങ്ങളുള്ളതായിരിക്കണം, നന്മയുള്ളതായിരിക്കണം. അങ്ങനെ അവർക്ക് ആ യജ്ഞം നടത്തി പരമാത്മാവായ നാരായണൻ തന്നെ ഭജിച്ച് മോക്ഷം ലഭിച്ചു. എന്നിട്ട് സത്വഗുണ പ്രധാനൻ ഹരിയാകയാൽ സത്വഗുണം ഭജിച്ചാൽ ഭക്തി മുക്തിയും രണ്ടും ലഭിക്കും, അല്ലാതെ മോക്ഷം വരാ. അങ്ങനെ എന്തു പറയുന്നു? സത്വഗുണ പ്രധാനനായിരിക്കുന്ന ഭഗവാൻ നാരായണനെ അത് സത്വഗുണം ഭജിച്ചാൽ, നമുക്ക് സത്വഗുണം ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ കൃഷ്ണ നാരായണ നല്ല മക്കളെ എൻ്റെ അർത്ഥം അത് മനസ്സിലാക്കണം. സത്വഗുണം ഭജിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി സത്വഗുണമാണോ, നല്ലതാണോ? ചെയ്യുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ശരിയാണോ, നല്ലതാണോ, അതോ ദുഷിച്ച ചിന്തകളാണോ? നമ്മൾ പറഞ്ഞ വാക്ക് ഭഗവാന് പൂജയായി അർപ്പിക്കാൻ കൊള്ളുന്നതാണോ? നല്ല വചനമാണോ നമ്മൾ പറയുന്നത്? ഇതാ സേവനം. അല്ലാതെ ഭഗവാനെ കൃഷ്ണ നാരായണ 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 പറഞ്ഞാൽ പറ്റുമോ? ഒരു രക്ഷയില്ല. പരമേശ്വരനെ തന്നെ ശിവ ഓം നമ ശിവായ നമശിവായ ചൊല്ലിയ സത്വഗുണമാവൂ? പരമേശ്വരനെ പ്രാർത്ഥിച്ചാലും ഹരിയെ പ്രാർത്ഥിച്ചാലും ഏത് രൂപത്തെ പ്രാർത്ഥിച്ചാലും ദേവിയായ പരാശക്തിയെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഗുണം സത്വമായിരിക്കണം. ശിവനൊന്നും അന്യതല്ല, എല്ലാം ഏകമാണ്. ഇവിടെ ഗുണത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പരമേശ്വരനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഗുണം സത്വഗുണമായിരിക്കണം. സേവനം എല്ലാം ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സത്വഗുണം തന്നെ ആയിരിക്കണം നമ്മുടെ നിഷ്ഠ. നമ്മൾ എന്താ ചെയ്യുക ഇതൊക്കെ നന്മ തന്നെ ആയിരിക്കണം, ഒരു തിന്മയും പാടില്ല. അതാ സത്വഗുണം സേവിക്കുക. അല്ലാതെ ഇത് തെറ്റിദ്ധരിച്ച് നിങ്ങൾ വിചാരിക്കും എനിക്ക് കൃഷ്ണനെ തന്നെ പ്രാർത്ഥിച്ച എന്നും അങ്ങ് ഹരിനാമകീർത്തനങ്ങളും ഒക്കെ അങ്ങ് ചൊല്ലിക്കൊണ്ട് വെളുക്കുന്നവരെ ഇരുന്ന് ചൊല്ലിയിട്ട് എന്താ കാര്യം? നമ്മളെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ, നമ്മളെ ചിന്തകൾ നല്ലതല്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ നല്ലതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം കൊടുക്കുന്നതാണോ? നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടുമോ അതോ അവരെ വിഷമിക്കുമോ? നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് ദോഷമാണോ ചെയ്യുന്നത്? നമ്മുടെ പ്രവൃത്തി എന്താ? നല്ല കർമ്മമാണോ, സൽക്കർമ്മമാണോ? ഇതാണ് ഭജിക്കുക, ഇതാ ഭജനം. നമ്മുടെ പ്രവൃത്തി കൂടെ ഭജനം വരുന്നത്. ഈ ഭജനം, ഈ സേവ, ഇങ്ങനെയുള്ള പ്രവൃത്തി ഗുണഗണങ്ങളെല്ലാം നന്നായി വരുമ്പോൾ ഭഗവാനെ കൃഷ്ണ എന്ന് പതുക്കെ എന്ന് പറഞ്ഞാൽ മതി, അവിടെ വിളി കേൾക്കും. നാരായണെന്ന് വീട്ടിൽ വിളിക്കുന്നവരെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല.
നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നല്ലതാണോ? അതാ ഭജിക്കുക. ഇതങ്ങ് ഭജിച്ചോളൂ. ചെയ്യുന്ന നാക്കൊണ്ട് പറയുന്നതും മനസ്സിൽ ചിന്തിക്കുന്നതും നമ്മളെ കർമ്മം, നമ്മളെ കൈയും കാലും കൊണ്ടൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളും ശുദ്ധമാണെങ്കിൽ പിന്നെ ഭഗവാനെ നാരായണ, ഇത്രയേ ഉള്ളൂ. വിളക്കെടുന്നവരെ ഒന്നും ഭജിക്കണ്ട. ഭഗവാൻ ശുദ്ധമായ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ ഉണർന്നിരിക്കും. ആ ഭഗവാൻ നമ്മൾ ഉണർന്നു തന്നെ ഇരിക്കും, പ്രവർത്തിക്കും. നമ്മൾ പറയും ഭഗവാനെ ഇന്നാരുടെ വിഷമം ഒന്ന് മാറ്റണമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഭക്തൻ്റെ വാക്ക് ഭഗവാൻ കേൾക്കും. പിന്നെ അപ്പോൾ ഈ കൊടുക്കുന്ന ആള്, വാങ്ങിക്കുന്ന ആള് നല്ല കർമ്മങ്ങളല്ല ചെയ്തെങ്കിൽ അവിടെ ഇരിക്കത്തില്ല. അതാ മൃഗാസുരനെ പറ്റി നമ്മൾ പഠിച്ചത്. പരമേശ്വരൻ നന്നായി വരം കൊടുത്ത്, പക്ഷെ എന്തുകൊണ്ട് ഫലിച്ചില്ല? ആ വാങ്ങിക്കുന്ന ആള് നല്ലവനല്ല. മൃഗാസുരനെ അധമനാണ്, ദുഷ്ടനാണ്. അവനെങ്ങനെ അത് പ്രവർത്തിയിലിരിക്കും? വരം മേടിച്ചാൽ മതിയോ? അത് ഉള്ളിലിരിക്കണ്ടേ? അവൻ തന്നെ മരിച്ചു. അത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു ഭക്തൻ അമ്മേ എനിക്ക് ഒരു ഹീൽ അയച്ചതാ, ഞാൻ ചിലപ്പോൾ ഭഗവാനോട് പറയും ഭഗവാനെ ഒരു ശക്തി അവരേക്ക് കൊടുക്കുക, ഒരു നന്മ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആ ഒരു വിഷമം ഒന്ന് മാറട്ടെ, ഒരു ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അയച്ചാൽ അവർക്കത് അപ്പോഴൊന്ന് കിട്ടും. അപ്പോഴവർ ചിന്തിക്കും എനിക്ക് ഇപ്പോൾ അത് മാറിയല്ലേ, എൻ്റെ വിഷമം മാറിയല്ലേ. പക്ഷേ പിന്നെ അവർ മൃഗാസുരനെ പോലെ ആയാൽ എന്ത് വരും? അവിടെ പോയി തീർന്ന് അവർ തന്നെ അത് ആക്കിയെടുക്കാൻ ശ്രമിക്കണം. നല്ല വഴിയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തില്ല. അവർ യഥാർത്ഥ ജ്ഞാനിയാണ്, സത്വഗുണം ഉള്ളവനാണെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ കൊടുത്ത ഹീൽ അവർക്ക് നിലനിൽക്കുകയും ചെയ്യും. അവരതിൽ കൂടി നന്നായി പിന്നെ അവർ തന്നെ അവർക്ക് ഹീൽ കൊടുക്കേണ്ട അവസ്ഥ എത്തുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സത്വഗുണം ഭജിച്ചാൽ എന്തു കിട്ടും? ഭക്തിയും മുക്തിയും രണ്ടും ലഭിക്കും. അല്ലാതെ മോക്ഷം കിട്ടത്തില്ല. ഈ ഭജനം സത്വഗുണം ഇല്ലാത്തവർക്കും ഈശ്വരനെ ഭജിക്കാത്തവർക്കും നല്ല പ്രവൃത്തികൾ, നല്ല സത്വഗുണം നമ്മളിലുണ്ടെങ്കിൽ അതും ഈശ്വരൻ്റെ ഉള്ള ഭജനം കൂടെ ആകുമ്പോൾ നമുക്ക് മോക്ഷം കിട്ടും, അല്ലാതെ ലഭിക്കയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ പോയി ഭജിച്ചാലും, എത്രമാത്രം കൈലാസത്ത് പോയി തപസ്സെടുത്താലും ഒരു ഫലവും ഇല്ല. വേണമെങ്കിൽ നമ്മളെ പ്രവൃത്തി നന്നാവണം. നമ്മൾ നല്ല ഒരു മനസ്സിനുടമയായിരിക്കണം. അപ്പോഴേ മോക്ഷമുള്ളൂ, അല്ലെങ്കിൽ മോക്ഷം വരാ. ഇത് കിട്ടാതെ ഈ ഭജിക്കുകയും വേണം. ഈ ഗുണഗണങ്ങളെല്ലാം നമുക്ക് വേണം താനും, മനസ്സും വാക്കും പ്രവൃത്തി. എന്നിട്ട് രണ്ടായി ഭ്രമിപ്പത് അജ്ഞാന മതമല്ലോ. മതം എന്താ രണ്ടായി ഭ്രമിപ്പ്? ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മിക്കവാറും പേർക്ക് അറിയാമെങ്കിലും ഒളിച്ചു വെക്കും. ഈ ഒളിച്ചു വെക്കുന്നത് അജ്ഞാനമല്ലേ? അത് എന്താ പറയുക, മറ്റുള്ളവരെ അറിയരുതെന്ന് ഓർത്ത് മറച്ചു വെക്കുകയല്ലേ? അജ്ഞാനം കൊണ്ടാകുമ്പം അവിടെ ശുദ്ധിയുണ്ടോ ഹൃദയത്തിന്? ഇന്ന് ഒരുപാട് പണ്ഡിതന്മാർക്ക് ഈ ശുദ്ധിയില്ല, ഒളിച്ചു വയ്ക്കും. ഇവരെന്താണ്? രണ്ടായി ഭ്രമിപ്പത് അജ്ഞാന മതമല്ലോ. ഞാനെന്ന് നീയെന്ന്, എൻ്റെത് കൊള്ളാം നിൻ്റെത് കൊള്ളത്തില്ല. ഞാൻ ഭജിക്കുന്ന ദൈവം ശരി, നിങ്ങൾ പരമേശ്വരനല്ലേ പ്രാർത്ഥിക്കുന്നത്, ഞാൻ മഹാവിഷ്ണു എൻ്റെതാ കൊള്ളാവുന്നത് എന്ന് പറയുന്ന അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. കാരണം പരമേശ്വരനും നാരായണനും ബ്രഹ്മാവും നമ്മളെല്ലാവരും ഈ പുഴുതൊട്ട് ബ്രഹ്മാവ് വരെ സർവ്വതം പരബ്രഹ്മമാണെങ്കിൽ ഇവിടെ ആരെ അജ്ഞാനിക്കേണ്ട, ആരെ മാറ്റാൻ പറ്റും? അപ്പോൾ പരമേശ്വരനും നാരായണൻ രണ്ടും ഒന്നല്ലേ? ഇവിടെ അജ്ഞാനം രണ്ടായി. അതായത് പരമേശ്വരനെ ഇന്ന് പലരും പറയുന്നുണ്ട്, എനിക്ക് ശിവനല്ലാതെ ഒന്നുമില്ല. ഭാഗവതം ഉടനീളം ഭഗവാൻ നാരായണനല്ലാതെ ഒന്നുമില്ലെന്നാ പറയുക. ശിവപുരാണം എടുത്ത് പറഞ്ഞാൽ ആ ശിവനാണെന്ന് പറയും. ദേവി മഹാത്മ്യം എടുത്താൽ ദേവിയെ പറ്റി പറയും. അത് എഴുത്തുകാരങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് എല്ലാവരും ഓരോരുത്തരെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർക്ക് മുക്തിയാവണ്ടേ? പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നവർ മുക്തനാവണ്ടേ? മോക്ഷം വേണ്ടേ? അതുകൊണ്ട് അതിൽ തന്നെ വെച്ച് പിടിക്കും. അതുപോലെ ഭാഗവതം വായിച്ചാൽ നാരായണ തന്നെ പിടിക്കും. അതാണ് മാഹാത്മ്യം ചിന്തിക്കുക. ഇത് വെച്ചുകൊണ്ട് നമ്മൾ അജ്ഞാനികളായാൽ എന്ത് വരും? അജ്ഞാനം മതമല്ലോ. ആ ഒരു മതം ശരിയല്ല. അജ്ഞാനികൾക്ക് ഈ പറഞ്ഞ ആനന്ദം അനുഭവിക്കാനും പറ്റത്തില്ല, മോക്ഷവും കിട്ടത്തില്ല, മുക്തനാവത്തില്ല. അതുപോലെ തന്നെയാണ് മതം. എൻ്റെ മതം കൊള്ളാം, നിൻ്റെത് കൊള്ളത്തില്ല. ഇവിടെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ അന്യതായിട്ട്? ബുദ്ധനോ പിന്നെ ഗുരുദേവനോ യേശു കർത്താവോ ഇവിടെ ആരാണ് അന്യതായിട്ടുള്ളത്? ഇതെല്ലാം പരബ്രഹ്മത്തിൽ നിന്ന് വന്ന ഒരേ ഒരു പരബ്രഹ്മമല്ലേ? അപ്പം ഇങ്ങനെ രണ്ടായി ഇതൊക്കെ വേറെ ആണെന്ന് ചിന്തിക്കുന്നത് അജ്ഞാന മതമല്ലോ. ഇത് അജ്ഞാനത്തിൻ്റെ അതാണ് മതം. എൻ്റെ മതം നിൻ്റെ മതം എന്ന് പറയുന്ന അജ്ഞാനമാണ്. എല്ലാം ഏകമായി ആരെപ്പോ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് രണ്ടായി ഭ്രമിപ്പത് അജ്ഞാന മതമല്ലോ. നിർമ്മലാത്മാവേ മറപ്പത് താമസം. അപ്പോൾ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവായിരിക്കുന്ന
അപ്പോൾ മനസ്സിലാക്കണം, തമോ ഗുണം കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ അധോഗതിയാണ്, നരകത്തിലേക്ക് പോകും. അറിവില്ലായ്മ, കാരണം അറിഞ്ഞുകൂടാ. തമസ് എന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ്, അന്ധകാരം. കണ്ണൊക്കെ തുറന്നിരിക്കും, പക്ഷേ ഉണരത്തില്ല. ഉണർന്നണമെങ്കിൽ നല്ല വിദ്യ ഉള്ളിലേക്ക് വേണം. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നത്? നിർമ്മലാത്മാവേ, നിർമ്മലമായിരുന്ന പരിശുദ്ധമായിരുന്ന ആ പരബ്രഹ്മത്തെ മറയ്ക്കുന്നത് തമോ ഗുണമാണ്, താമസം. പിന്നെ നിർമ്മലാത്മാ വിളങ്ങുന്നത് സത്വം. അപ്പോൾ നമ്മളെ ഉള്ളം പ്രകാശിക്കണമെങ്കിൽ നമുക്ക് അജ്ഞാനമായിരുന്ന രണ്ടെന്നുള്ള ഭ്രമം മാറണം. ഈ മതം ആ മതം, ഇന്നാര് ഇന്ന ദൈവം, മറ്റൊരു ദേവൻ, ഇന്നൊരു ദേവൻ, എനിക്ക് ഇന്ന ദേവനാ, അതേ ഉള്ളൂ, ഇതില്ല എന്നുള്ള തർക്കങ്ങളും ഈ ഒരു ഭ്രമം, ഇതൊക്കെ അജ്ഞാനങ്ങളുടെ ലക്ഷണമാണ്. ഈ അജ്ഞാനം ഇരുന്നാൽ നമുക്ക് നിർമ്മലാത്മാ വിളങ്ങത്തില്ല. നമ്മുടെ ഉള്ളം വിളങ്ങണമെങ്കിൽ എല്ലാം ഏകമാണെന്ന് അറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഉള്ളം പ്രകാശിച്ചിട്ട് ഇങ്ങനെ പരബ്രഹ്മമൂർത്തിയായിരുന്ന സത്യസ്വരൂപനായിരുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൂടെ ഗുണം കൊടുക്കത്തക്കവണ്ണം നമ്മളിൽ കൂടെ പ്രവർത്തിക്കും. യേശുവിൽ കൂടി പ്രവർത്തിക്കുന്നു, ബുദ്ധനിൽ കൂടി പ്രവർത്തിക്കുന്നു, ഗുരുദേവനിൽ കൂടി പ്രവർത്തിക്കുന്നു, വള്ളിക്കോൽ അമ്മയിൽ കൂടി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരിൽ കൂടി പ്രവർത്തിക്കണമെങ്കിൽ സത്യസ്വരൂപനായ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും വേറെ ഇല്ല. സർവത്തിലും അത് തന്നെയാണ്, ഏകമാണ്. ഈ നാനാത്വം എല്ലാം ഏകമാണ്. നമ്മളെ ആരെ ഉൾക്കൊള്ളുന്നു? നാനാത്വമായതെല്ലാം പരബ്രഹ്മം തന്നെയാണെന്ന്. ഈ നാനാ രൂപങ്ങളും എന്തൊക്കെ ഉണ്ടോ, സർവ്വ പദാർത്ഥങ്ങളും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാം ഏകമാണെന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ പരമാത്മാവിൻ്റെ എന്താ പറയുക, ആ ഒരു ചൈതന്യത്തിൽ പ്രകാശിക്കാൻ നമുക്ക് ഈശ്വരൻ പ്രകാശമാകുന്നു. അത് നമ്മൾ തന്നെ ആയി എടുക്കണമെങ്കിൽ നമ്മളത് ആയി തീരുമ്പോഴാണ്. അപ്പോൾ നിർമ്മലാത്മാവേ മറപ്പത്, അറിയാത്തത് പരബ്രഹ്മം എന്താണെന്ന് ചിന്തിച്ചറിയാതെ ഭ്രമിച്ച് ഞാനും നീയും ഇതൊന്നുമായിട്ട് രണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് നടന്ന് കലഹിച്ച് എൻ്റേത്, ഇത് നിൻ്റെത്, ഇത് എൻ്റെത്, മറ്റേത് നിൻ്റെത് എന്ന് തർക്കിച്ചും പറഞ്ഞും ആരെയും ഉൾക്കൊള്ളാതെ പല രീതിയിൽ ഇങ്ങനെ അഹം ഞാനെന്ന ഭാവത്തിൽ നടക്കുന്നതാണ് അറിവില്ലായ്മ. അത് താമസമാണ്. അതുകൊണ്ട് നിർമ്മലാത്മാവെ തെളിഞ്ഞു കിട്ടത്തില്ല, മറഞ്ഞിരിക്കും അങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ടാണ് നിർമ്മലാത്മാവെ മറപ്പത്. നമ്മളെ ഉള്ളം പ്രകാശിക്കത്തില്ല, അത് മറമൂടി ഒരു തിരശ്ശീലിട്ട് മൂടുന്നത് പോലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളും ഡംബും അഹങ്കാരം കുശുമ്പും കുന്നാമത്തും അസൂയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മറ. ഇത് ഹൃദയം നിറച്ചിരിക്കുന്നത്തോളം പരബ്രഹ്മം നമ്മളെ ഉള്ളതിലുണ്ട്, പക്ഷേ മറഞ്ഞിരിക്കും, തെളിയത്തില്ല, പ്രകാശിക്കത്തില്ല. ഇത് എപ്പോൾ ഈ അഹങ്കാരങ്ങളാകുന്ന ഈ രണ്ടെന്നുള്ളതും എല്ലാം നീങ്ങി മാറി ശുദ്ധ ഹൃദയമായി നിർമ്മലമായി തീരുമ്പോഴാണ് എന്തുവരും? വിളങ്ങും സത്വത്തിനാൽ. അതാണ് സത്വഗുണം. സത്വഗുണം ഉള്ളവൻ്റെ ഉള്ളിൽ യാതൊരു കളങ്കവും കാണത്തില്ല, ഒരു അഹങ്കാരവും കാണത്തില്ല. അവിടെ ഒരു എന്താ പറയുക, ഈശ്വരൻ്റെ കാര്യം പറയുമ്പോൾ ചിലർക്ക് വലിയ നാണമാണ്. ഇതെല്ലാം അജ്ഞാനികളുടെ ലക്ഷണമാണ്. അതേസമയം നമ്മുടെ ഈ ജഗദമ്മ എന്ന് പറഞ്ഞ ആ മകള് ഒരജ്ഞാനവുമില്ല. അമ്പലത്തിലൊക്കെ പോയാൽ അവിടെ ചെന്ന് എന്തൊക്കെയാ കാണിക്കുന്നേ? അവിടെ അമ്പലത്തിൽ എല്ലാം അവർ തന്നെ അവരുടെ ആഗ്രഹം അനുസരിച്ച് അവരങ്ങ് നടത്തുക. അവിടെ ഭാഗവത പാരായണം വരെ അത് എന്തൊക്കെ എനിക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എന്തൊക്കെയാ എന്നോട് പറയുന്നത്, ഞാനിപ്പോൾ അതെല്ലാം വിവരിച്ച് പറയാൻ പറ്റില്ല. അത്രമാത്രം വെപ്രതിയായി ഈശ്വരന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, സത്വഗുണമുള്ളവൻ്റെ ഉള്ളം നിഷ്കളങ്കമാണ്. യാതൊരു ആഗ്രഹത്തിനും വേണ്ടിയല്ല, ഭഗവാന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ മടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആർത്തിയാണ്, ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളവർക്കാണ് ഉള്ളം ഈശ്വരാന്ന് വിളിക്കാനോ ഒരു മറ്റുള്ള മുമ്പിൽ നാമം ചൊല്ലാനോ ചിലർക്ക് ഭയങ്കര നാണക്കേടാണ്. ഇതൊന്നും ഒരു യഥാർത്ഥ ഭക്തനെ ബാധിക്കുന്നതല്ല. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ നിർമ്മലാത്മാവ് മാത്രമേ വിളങ്ങൂ, പ്രകാശിക്കൂ. നമ്മുടെ അകവും പുറവും പ്രകാശിക്കും. ഉള്ളത്തിൽ പരബ്രഹ്മം പ്രകാശിക്കുമ്പോൾ നമ്മുടെ പുറം നന്നായി പ്രകാശിക്കും. അങ്ങനെ സത്വത്തിനാൽ, സത്വഗുണം ഉള്ളവർക്കാണത്. അതേസമയം അറിവില്ലാത്ത അന്ധകാരം പിടിച്ച മൂഢത നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ എങ്ങനെ മറഞ്ഞിരിക്കും? പരമാത്മാവ് ഉണ്ട് ഉള്ളത്തിൽ, പക്ഷേ അറിയാനൊക്കത്തില്ല, അറിവില്ല. അതെങ്ങനെ പ്രകാശിക്കും? അത് കരി പിടിച്ചിരിക്കല്ലേ. കഴുകി കളയുന്നത് എങ്ങനെയാ? നമുക്ക് ഒരു കിണ്ടിയോ വിളക്കോ ആണെങ്കിൽ നമുക്ക് തേച്ച് മിനുക്കാം. പക്ഷേ ഹൃദയത്തിനകത്ത് തേച്ച് മിനുക്കാൻ അവരവർ തന്നെ വിചാരിക്കണ്ടേ? നമ്മളെയൊന്നും തേച്ചിളക്കാൻ പറ്റുമോ? നമ്മളെ ഉള്ളിലിരിക്കുന്ന അഴുക്കൾ നമ്മൾ തന്നെ മാറ്റണ്ടേ? അപ്പോഴേ അവിടെ തിളങ്ങൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നിർമ്മലാത്മാവേ മറപ്പത് താമസം, തമോ ഗുണം, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന, അറിവില്ലാത്ത വേണ്ടാത്തതൊക്കെ നിറഞ്ഞിരിക്കുന്ന ഹൃദയമാണെങ്കിൽ ആ പരബ്രഹ്മത്തെ, ആ പ്രകാശത്തെ മറച്ചു പിടിക്കും.
നമ്മൾ അന്ധതയിൽപ്പെട്ട് കൂപത്തിൽ കിടന്ന് കഷ്ടപ്പെടും, ദുരിതത്തിൽ കിടന്ന് ഈ സംസാര സാഗരം തന്നെയാണ്, അത് സമുദ്രം പോലെയാണ് ഈ പ്രപഞ്ചം. ഇതിൽ കിടന്ന് എത്തും പിടിയില്ലാതെ കഷ്ടപ്പെട്ട് നെടുവേർപ്പെട്ട് കിടന്നാലും ആരും രക്ഷിക്കാൻ വരത്തില്ല. കാരണം അത്രയ്ക്കൊണ്ട് ഹൃദയത്തിലെ മാലിന്യം. ഇവിടെ നിർമ്മലാത്മാ വിളങ്ങുന്നു സത്വത്തിനാൽ. നല്ല സത്വഗുണമുണ്ടോ? മനസ്സാ വാച കർമ്മണ നന്മയാണോ? അവരെന്ത് ചെയ്യും? ഭക്തി വർദ്ധിച്ചിട്ട് വിളങ്ങും. ഈ നല്ല ഗുണങ്ങളുള്ളവർക്ക് ഭക്തി വർദ്ധിക്കാനുള്ള നല്ല മാഹാൽ ഭഗവാനേ എന്നൊന്ന് വിളിച്ചാൽ മതി. ഭഗവാൻ ഈ ഭക്തനെ തന്നെ നോക്കിയിരിക്കുക, എന്നെ എപ്പോഴാ ഈ ഭക്തനെന്ന് വിളിക്കുക. കാരണം ചില മക്കൾ പറഞ്ഞല്ലോ, അമ്മ എന്ന് വിളിക്കാൻ ഒരു പെറ്റ അമ്മ കൊതിക്കുന്നത് പോലെ ഭഗവാൻ സ്വന്തം ഭക്തനെ ഇങ്ങനെ നോക്കിയിരിക്കുക. എപ്പോഴാ എൻ്റെ പൈതൽ, എൻ്റെ ഭക്തൻ എന്നെ ഒന്ന് വിളിക്കുന്ന കേൾക്കാൻ എന്തൊരു കൊതിയാ. സ്വന്തം അമ്മ സ്വന്തം മക്കളുടെ വിളി കേൾക്കാൻ കൊതിക്കുന്നത് പോലെ ഭഗവാൻ പരമാത്മാവ് കൊതിച്ചിരിക്കും. അപ്പോൾ ഭഗവാനെ നാരായണ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പ്രകാശിക്കും. ഭഗവാൻ ഉള്ളത്തിൽ നിന്ന് നമ്മുടെ അകവും പുറവും പ്രകാശിക്കും. സത്വഗുണം നിർമ്മലമായിരിക്കയാൽ സത്വസ്വരൂപൻ ആത്മാവ് അതും നിർമ്മലം. അപ്പോൾ സത്വഗുണം നിർമ്മലമാണ്, പരിശുദ്ധമാണ്, യാതൊരു മാലിന്യവും ഉണ്ടാവില്ല. ഒരു സൂചി മുന പോലും നമ്മുടെ ഹൃദയത്തിൽ അഴുക്കില്ല. സത്യം എപ്പോഴും നിലനിൽക്കുന്ന രീതി തന്നെ, യാതൊരു കാരണവശാലും ഉള്ളതിൽ യാതൊരു അഴുക്കുമില്ലാത്ത നിർമ്മലമാണ് സത്വഗുണം. അപ്പോൾ സത്വഗുണം നിർമ്മലമായി ഇരിക്കയാൽ എന്ത് വരുന്നു? സത്വസ്വരൂപൻ ആത്മാവാദം നിർമ്മലം. അപ്പോൾ ആ സത്യസ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തി, സത്വഗുണമായിരിക്കുന്ന ആ ഭഗവാൻ പരമാത്മാവ് നിർമ്മലമാണ്. രണ്ടും എളുപ്പം ഐക്യത്തിന്. അതുകൊണ്ട് ഇങ്ങനെ സത്വഗുണവും എന്തുകൂടെ വേണം? സത്വഗുണം നിർമ്മലമായിരിക്കയാൽ സത്വസ്വരൂപൻ ആത്മാവ് അതും നിർമ്മലം. അപ്പോൾ സത്വസ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് നിർമ്മലമായതുകൊണ്ടും നമ്മൾ സത്വഗുണം നിർമ്മലമായി ഇരിക്കുന്നത് കൊണ്ടും രണ്ടും എളുപ്പം. എന്തിനാ? ഐക്യത്തിന്. നമ്മൾ പരമാത്മാവിനെ ചേർന്ന് ലയിക്കാൻ, അങ്ങനെ ഉള്ളൊരു ധ്യാനിക്കാനിരുന്നാൽ പെട്ടെന്ന് സാധിക്കും. ഇതാർക്കാണുള്ളത്? ജന്മനാ ചിലർക്കുണ്ട്. അതുകൊണ്ടായിരിക്കും കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ഐക്യം പ്രാപിക്കുന്നത്. എനിക്കതിന് ഒറ്റ ഉദാഹരണം ഞാൻ തന്നെ പറയാം. എനിക്ക് കുട്ടിനാളിലെ അത് ജന്മനാ തന്നെ ഉണ്ട്. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് വച്ചതല്ല, അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടും എളുപ്പമാണ്. എന്താ? സത്വഗുണം വേണം മക്കളെ. ജനിച്ച നാളൊട്ടെ യാതൊരു കൃത്രിമങ്ങളോ കുശുമ്പുകളോ കുന്നാമത്തോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് നമ്മൾ ജനിച്ചു വന്നാൽ, മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്ത് കാട്ടി കൂട്ടിയാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം പലരും പല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഉള്ളത്തിലോട്ട് ചിന്ത വരത്തുമില്ല. അവരത് ചെയ്തെങ്കിൽ നമുക്ക് നമ്മളെ ഉള്ളതിൽ കടക്കത്തില്ല. നമ്മളെ സത്വഗുണം തന്നെയാണ്. വേറൊരാൾ ദുഷ്ടതലം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കത്തൊന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തി നന്മ തന്നെയായിരിക്കും. കാരണം എനിക്കങ്ങനെ തിന്മയൊന്നും എൻ്റെ ഉള്ളത്തിൽ ആര് കാണിച്ചാൽ എൻ്റെ ഉള്ളത്തിൽ വരുന്നില്ല. അതുകൊണ്ട് സത്വഗുണവും നിർമ്മലമായിരിക്കയാൽ സത്വസ്വരൂപൻ ആത്മാവ്. അപ്പോൾ പരമാത്മാവും സത്വസ്വരൂപനായതുകൊണ്ടും നമ്മളെ ഉള്ളം നിർമ്മലമായിരിക്കുന്നത് കൊണ്ടും രണ്ടും എളുപ്പം. എന്തിനാ? ഐക്യം പ്രാപിപ്പാൻ. ഇങ്ങനെ ഉള്ളവർ ധ്യാനിക്കാനിരിക്കൂ. പരമാത്മാവിനെ ദർശിക്കാനും സാക്ഷാത്കരിക്കാനും എത്ര എളുപ്പമാണ്. രണ്ടും എളുപ്പം. എന്തിനു വേണ്ടിയാ? ഐക്യത്തിന്. എന്ത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാകുന്നു ഈശ്വരൻ, ഞാൻ തന്നെയാണ് പരബ്രഹ്മം. അങ്ങനെ നമുക്ക് ആ ഒരു സാക്ഷാത്കാരം നേടാൻ, അതുകൊണ്ട് രണ്ടായത് ഒന്നെന്നുറപ്പാൻ. അപ്പോൾ ഈ പറഞ്ഞ പരമശിവനും നാരായണനും കർത്താവും മുഹമ്മദ് നബിയും സർവ എന്തെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ ഇതെല്ലാം രണ്ടാണ്, ഒന്നല്ല, അനേകമുണ്ട്. ഇതൊക്കെ ഒന്നെന്നുറപ്പാൻ എന്ത് ഗുണം വേണം? സത്വഗുണം, ഹരിഗുണം വേണം. ഈ ഹരിഗുണം സത്വഗുണം ഉള്ള ഒരു വ്യക്തിക്ക് സർവത്തിനെയും ഒന്നായി കാണാൻ കഴിയും. യാതൊരു രീതിയിലും മാറ്റി നിർത്താൻ പറ്റത്തില്ല അവർക്ക്. എനിക്ക് പരമേശ്വരനെയും മാറ്റാൻ പറ്റത്തില്ല, എനിക്ക് മഹാവിഷ്ണുവിനെയും മാറ്റാൻ പറ്റത്തില്ല, എനിക്ക് ഗുരുദേവനെയും പറ്റത്തില്ല, എനിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാലും എനിക്ക് ദേവി ദേവന്മാർ എന്ത് പറഞ്ഞാലും അതെല്ലാം പരബ്രഹ്മമാണെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു വെമ്പൽ എൻ്റെ ഉണ്ട്. എനിക്കെല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ്. അങ്ങനെയുള്ള രണ്ടും എളുപ്പം ഐക്യത്തിന്. ഇതാണ് ഐക്യം. ഈ ഐക്യം ആർക്ക് പെട്ടെന്ന് കിട്ടും? ഇങ്ങനെ ഉള്ള ഗുണമുള്ളവർക്ക്, സത്വഗുണമുള്ളവർക്ക്. അവർക്ക് പരബ്രഹ്മവും പരബ്രഹ്മവും നിർമ്മലമാണ്, നമ്മുടെ ഉള്ളവും നിർമ്മലമാണ്. രണ്ടും ഒന്നായി വരുമ്പോൾ ഐക്യം കിട്ടും. അങ്ങനെയാണ് ഐക്യം ഉണ്ടാകുന്നത്. രണ്ടും എളുപ്പം ഐക്യത്തിന്. അതുകൊണ്ട് രണ്ടായത് ഒന്നെന്നുറപ്പാൻ. അതുകൊണ്ട് എന്ത് വന്നു? സാക്ഷാൽ നാനാത്വം. ഇവിടൊക്കെ എന്തൊക്കെ രൂപങ്ങളും നാമങ്ങളും, അത് ഏതെല്ലാം പേരോടുകൂടി വന്ന രൂപങ്ങളായാലും അത് സഗുണം. അങ്ങനെ ആയാലും അതെല്ലാം എന്ത് വരണം?
ഒന്നെന്ന് ഉറപ്പാണ്. രണ്ടായത് ഒന്നെന്ന് ഉറപ്പാൻ ഹരിഗുണം സേവിപ്പവർക്ക്. ആരാണ് ഈ ഹരിഗുണം സേവിക്കുന്നത്? എല്ലാം തുല്യമാണ്, രണ്ടില്ല, രണ്ടും നാലും എവിടെയൊക്കെ എല്ലാം ഉണ്ടോ ഇതെല്ലാം ഏകമാണ് എന്ന് ആരാണ് മനസ്സിലാക്കുന്ന സേവിക്കുന്നത് അവർക്ക് മോക്ഷം വരും. അവിടെയാണ് മോക്ഷം കിട്ടുന്നത്. അല്ലാതെ മാലിന്യം കൊണ്ട് നിറഞ്ഞാൽ എൻ്റെ കൃഷ്ണൻ, മറ്റത് പരമേശ്വരൻ, അത് ഇച്ചിരി മോശമാണ്, അത് മറ്റുള്ളവർക്കുള്ള ദൈവമാണ്, അല്ലെങ്കിൽ യേശു വേറൊള്ള ദൈവമാണ്, പിന്നെ ഈഴവരുടെ ദൈവമാണ്, എന്താ പറയുക, ശ്രീനാരായണ ഗുരുദേവൻ ഈഴവർക്കുള്ളതാണ്. ഈ അറിവില്ലായ്മ എന്ന് മാറും? എല്ലാം ഏകമാണെന്ന് അറിഞ്ഞു വരുമ്പോൾ നിർമ്മല ഹൃദയം എന്നാകും? അപ്പോഴേ പരബ്രഹ്മം നിർമ്മലമായതുകൊണ്ട് നമ്മൾ നിർമ്മലമായി മാറിയാൽ മാത്രമേ യഥാർത്ഥ മോക്ഷം കിട്ടൂ. ഏകമായ അദ്വൈതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളം പ്രസാദിക്കൂ, പരമാത്മാവിടെ വസിക്കൂ, അതിൽ കൂടി നമുക്ക് മോക്ഷം വരും. എന്നിട്ട് എന്ത് കിട്ടും? ഭോഗങ്ങൾ ഭാവിക്ക വേണ്ട. നമുക്ക് ഈ ലോക ജീവിതത്തിലെ ഒരു ഭോഗത്തിലും ഒരു ഭാവനയും വേണ്ട, ഒന്നും ചിന്തിക്കുകയും വേണ്ട. ചിലർ പറയും കൃഷ്ണനെ പ്രാർത്ഥിക്കല്ലേ എല്ലായിടത്തും നശിക്കുമെന്ന്. ഇതൊന്നും ആരും കേൾക്കുന്നില്ലേ? ഈ വായിക്കുന്ന ആരും അറിയുന്നില്ലേ? ഇവിടെ മോക്ഷവും കിട്ടും. ഭോഗങ്ങൾ ഭാവിക്ക വേണ്ട, ചിന്തിക്കേ വേണ്ട, താനേ വന്നണഞ്ഞിടും. എന്താ ഒരു ഭക്തന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരമാത്മാവിനെ ലയിച്ചിരിക്കുന്ന ഒരു പരബ്രഹ്മമൂർത്തിയായി ഒന്നായി ലയിച്ചിരിക്കുന്ന ഐക്യം പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തൻ, ഒരു സന്യാസിക്ക് എന്ത് വേണം? എന്തെങ്കിലും ചിന്തിക്കണോ? താനേ വന്ന് കൊടുക്കത്തില്ലേ? ഇവിടെ വിശന്നിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ആരെങ്കിലും അപ്പോൾ വിളിച്ചു കൊടുക്കും, താനേ വന്നിരിക്കും എല്ലാം. അങ്ങനെ താനേ വന്ന് അണഞ്ഞിടും. അതുകൊണ്ട് ബന്ധങ്ങളും വന്നിടാ. അതുകൊണ്ട് എന്ത് വരും? ആരാണ് കൊണ്ട് കൊടുക്കുന്നതെന്നും അദ്ദേഹം അറിയേ വേണ്ട. ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു കെട്ടുകളില്ലാത്ത സ്വന്തം മക്കളോ ഭാര്യയോ അതല്ല അമ്മാവനോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ, ഇതൊന്നും ബന്ധമേ വേണ്ട. ഇവരാരും ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. ഭഗവാൻ നിശ്ചയിക്കും ആരാണ് ആ ഭക്തന് കൊടുക്കേണ്ടതെന്ന്. അപ്പോഴപ്പോഴും വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അത് മക്കളാവണമെന്നില്ല, ഭാര്യയാവണമെന്നില്ല, അമ്മയാവണമെന്നില്ല, പരമാത്മാവ് തന്നെ സർവ്വതും. അവിടെ ഭഗവാൻ തന്നെ ആളിനെ വിട്ട് ഭഗവാനായി തന്നെ നിന്നുകൊണ്ട് എല്ലാം വന്ന് ചേർന്ന് കൊടുക്കും. അവിടെ ഒന്നിനും ഒരു വിഷമം ചിന്തിക്കേ വേണ്ട, യാതൊരു വിഷമം വേണ്ട. ആയതുകൊണ്ട് ബന്ധങ്ങളും വന്നിട, ഒരു കെട്ടും വേണ്ട. എല്ലാത്തിനും മുക്തനാവുമ്പോഴല്ല മോക്ഷം വരുന്നത്. അപ്പോൾ അയ്യോ എല്ലാത്തിൽ നിന്നും മുക്തനായി, ഇനി അവരെ നോക്കും? അയ്യോ കൊച്ചുങ്ങളും മാറിപ്പോയി, ഭാര്യയും ഇല്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പരബ്രഹ്മമല്ലേ ഉള്ളം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. ഞാനായവൻ ഞാനാണല്ലോ. അവിടെ എന്താ പറയാ? ഒന്നും ഭാവിക്ക വേണ്ട, താനേ വന്നണഞ്ഞിടും. ആയതുകൊണ്ട് ബന്ധങ്ങളും വേണ്ട, യാതൊന്നിലും കെട്ടുകളായത് അറ്റുപോവും. ഒരു കെട്ടും വേണ്ട, ഒരു ബന്ധവും വരത്തില്ല. അയ്യോ ഇന്നാരുണ്ട് എനിക്ക് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇവരാരും നോക്കത്തില്ല. അവസാനം പരബ്രഹ്മം ആയി ലയിച്ചു കഴിയുമ്പോൾ അവിടെ പരബ്രഹ്മം തന്നെ ആ പരബ്രഹ്മത്തെ നോക്കിക്കൊള്ളും. പരബ്രഹ്മത്തെ നോക്കാൻ പരബ്രഹ്മത്തെ അറിയാം. നമ്മളൊരു പരബ്രഹ്മമായി മാറുക, ബ്രഹ്മൈക്യം പ്രാപിച്ചൊരു വ്യക്തിയായി മാറുമ്പോൾ ആ വ്യക്തിക്ക് ആ പരബ്രഹ്മത്തിന് അറിയാം അവിടെ എന്താ വേണമെന്ന്. അവിടെ ആർക്കും ഒന്നും ചിന്തിക്കുകയും വിഷമിക്കേണ്ട കാര്യമില്ല. യാതൊരുത്തനും ഹരിഗുണം സേവിക്കിൽ, ആരായാലും ഈ സത്വഗുണം സേവിക്കിൽ, മനസാ വാചാ കർമ്മണ എല്ലാം പരമാത്മാവായിട്ട് ചിന്തിച്ച് സർവ്വതം അങ്ങനെ സേവിക്കിൽ, ശങ്കരനാദികൾക്കും കൊടുക്കും മുക്തി. അതായത് ശിവശങ്കരനൊക്കെ പിന്നെ പരമേശ്വരൻ്റെ ഓരോരോ അവതാരങ്ങളല്ലേ. അതുകൊണ്ട് പരമേശ്വരൻ്റെ അവതാരമായ ശിവശങ്കരനാദികൾക്കും അങ്ങനെയുള്ള ഏതൊക്കെ ദേവന്മാരുണ്ടോ അവർക്കും കൊടുക്കും മുക്തി. പിന്നെയോ ശങ്കരനും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? സത്വഗുണത്തെ ഭജിക്കുന്നു, ഹരിഗുണത്തെ ഭജിക്കുന്നു. അപ്പം പരമാത്മാവായ പരബ്രഹ്മത്തെ ഈ സർവ്വദേവന്മാരും ഭജിക്കുന്നു. ശങ്കരനാദികൾക്കെന്ന് പറഞ്ഞാൽ ആരാ? ശിവശങ്കരനും അത് പരമേശ്വരൻ്റെ ഓരോരോ അവതാരങ്ങളായ, അതായത് ഇപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനും ഭജിക്കുന്നു കുട്ടിക്കോ. അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ശങ്കരനാദികൾ ഇവിടെ ഈ ഭൂമിയിൽ ആരെല്ലാം അവതരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും സത്വഗുണം ഭജിക്കുന്നു. ഭഗവാൻ അത് മഹാവിഷ്ണു ഹരിയെ ഭജിക്കുന്നു. ആരാ ഹരി? സത്വഗുണം. ആ ഗുണത്തെ ഭജിക്കുന്നു. ശങ്കരനും ഭജിക്കുന്നു സത്വഗുണം. പിന്നെ ശങ്കരനും ഭജിക്കുന്ന വെച്ചാൽ പിന്നെ ബാക്കി ആരുടെയെങ്കിലും പേര് പറയണോ? സർവരും ഭജിക്കുന്നു. ആയതുകൊണ്ട് ഹരിഗുണം മുക്തിക്ക് യാതൊരു വേദാന്താദി ശാസ്ത്രങ്ങൾ നിശ്ചയിച്ചിട്ട് സത്വഗുണം നിഷ്കാമ നിശ്ചയം സേവിക്കൽ മോക്ഷം സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അതുകൊണ്ട് ഈ സത്വഗുണം മുക്തിക്ക് വേറൊരു കാര്യവും വേണ്ട, സത്വഗുണം മതി. അതുകൊണ്ട് വേദാന്താദി ശാസ്ത്രങ്ങൾ നിശ്ചയിച്ചിട്ട്
ഈ ഏതെല്ലാം വേദവും വേദാന്തവും ശാസ്ത്രവും എല്ലാം ഉണ്ടെങ്കിലും ഇതിലെല്ലാം എന്ത് പറയുന്നു നിശ്ചയിക്കുന്നു? സത്വഗുണം. എവിടെ എന്ത് നമ്മൾ പഠിച്ചാലും, അതാ ഞാൻ പറയാം മക്കളെ, ഒരുപാട് ഗ്രന്ഥം, 18 പുരാണങ്ങൾ, ഇതൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് എന്താ വേണ്ടേ? സത്വം, അതായത് നന്മ, തേൻ, അമൃത്, ആ ഒരു യഥാർത്ഥമായ ആ സത്താണ് സത്വഗുണം. ഈ സത്ത് എവിടെ ഉണ്ട്? അത് ഭാഗവത്തിലുണ്ടെങ്കിൽ ഉടനീളം അത് ഉണ്ടല്ലോ. പിന്നെ എല്ലാം കിടന്ന് വായിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ അത് ആയി തീരാൻ പ്രയത്നിക്കുകയല്ലേ വേണ്ടത്. എല്ലാം വായിച്ചാൽ ഇരുട്ടോളം വായിച്ചാൽ തീരാതെ കിടക്കുന്ന ഗ്രന്ഥങ്ങൾ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് പിന്നെ ഈ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും ധ്യാനിക്കാനും ഐക്യം പ്രാപിപ്പാനും ഏത് സമയത്താണ് പിന്നെ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ പുരാണങ്ങളെല്ലാം കുറച്ച് മാത്രം പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ നിശ്ചയിച്ചിട്ട് സത്വഗുണം നിഷ്കാമ നിശ്ചയം സേവിക്കിൽ. എന്താ നിഷ്കാമ നിശ്ചയം? യാതൊരു ആഗ്രഹവും കൂടാതെ, യാതൊന്നും ആഗ്രഹിക്കാതെ പരമാത്മാവിനെ തന്നെ സേവിക്കുക. അതായത് നമ്മൾ ഈശ്വര സേവ, മറ്റുള്ളവർക്ക് എന്താണ് നന്മ ചെയ്യേണ്ടുന്നത്, ഇത് സേവ. ഒരു ഫലം ആഗ്രഹിക്കാതെ നമുക്ക് എന്തും കൊടുക്കാം. എന്താണ് നമുക്കുള്ളത്? അന്നമാണോ, വസ്ത്രമാണോ, പണമാണോ, സ്വർണമാണോ, ഇതൊക്കെ ഇങ്ങോട്ട് എന്തും കിട്ടുമെന്നുള്ള പ്രതിഫലം കൂടാതെ എന്തും നമുക്ക് സേവ ചെയ്യാം. ആർക്കും ഇല്ലാത്തവർക്ക് കൊടുക്കുക. ആധ്യാത്മികമായ അറിവാണോ, അതും മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്ത് കിട്ടുമെന്നും പറഞ്ഞല്ല, നമുക്ക് സേവ ചെയ്യണം. പരമാത്മാവിൻ്റെ ഒരു ദാസൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഫലവും ആഗ്രഹിക്കാതെ നിഷ്കാമ നിശ്ചയം, സത്വഗുണം, നിഷ്കാമ നിശ്ചയം സേവിക്കില്ല. സത്വഗുണം തന്നെയായിരിക്കണം, അതാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരാഗ്രഹം കൂടെ ഞങ്ങൾ സേവിച്ചാൽ മോക്ഷം വിധിക്കുന്നു. ആകയാൽ അപ്പം നമുക്ക് മോക്ഷം അതുകൊണ്ടേ വിധിക്കുന്നുള്ളൂ. സത്വഗുണത്തിൽ നിന്നും കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ആരുടെയും മോട്ടിച്ചോ പിടിച്ചുറച്ചോ കൊണ്ടൊന്നും ദാനം ചെയ്തുകൂടാ. നേരായി കിട്ടുന്ന ധനമായാലും എന്തുമായാലും അങ്ങനെ വേണം സേവിക്കാൻ. ആർക്കും എന്തെങ്കിലും കൊടുക്കണമെങ്കിലും സൽക്കർമ്മത്തിൽ കൂടി ചെയ്യുന്ന ഫലമേ എന്ന് നമുക്ക് നേരായി കിട്ടുന്നത്, അതേ ദാനവും ചെയ്യാവൂ, സേവിക്കാവൂ. നല്ല കാര്യങ്ങൾ എല്ലാം നന്മ തന്നെ ആയിരിക്കണം. ചിലർ വിചാരിക്കും ഞാൻ ഒത്തിരി ദാനം ചെയ്യാം, വേറെ തന്നെ പിടിച്ചുപറിച്ചിട്ടായിരിക്കും ദാനം ചെയ്യുന്നത്. അത് തെറ്റല്ലേ? അത് എല്ലാത്തിനും പാവം കൂടത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആകയാൽ നിഷ്കാമ സത്വം ഭജിച്ചിടിൽ ഭോഗസിദ്ധിക്കും കുറവില്ല. മുക്തിയും കിട്ടും. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട അത് ഭോഗം, അതും സിദ്ധിക്കും. ഒട്ടും കുറവില്ല മുക്തിക്കും. രണ്ടും കിട്ടും. ഇതാണ് നമ്മൾ ഇന്നത്തെ പാഠം. കുറേ സമയങ്ങൾ പോയാലും കുഴപ്പമില്ല. ഇത് 1 or 2 മക്കൾക്ക് ചിലപ്പോൾ ഇത് ആവശ്യമുള്ളെങ്കിൽ പോലും അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒന്നെന്നല്ല. ചിലപ്പോൾ ഇതിൽ 10 or 15 പേരായിരിക്കും. കാരണം ഇത്രയും സമയം എടുക്കാൻ പകുതി കേട്ട് പകുതി പോവും. അത് എനിക്ക് വിഷമമില്ല. ആവശ്യക്കാർക്കല്ലേ ഇത് പറഞ്ഞേക്കുന്നത്, അല്ലാതെ വേണ്ടാത്തവർക്കല്ല. ആവശ്യക്കാരാണെങ്കിൽ ഇന്നും നാളെയായിട്ടെങ്കിലും ഇത് എടുത്തിരിക്കും. ആവശ്യക്കാർ മാത്രം കേട്ടാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നന്മ വേണോ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. അത് എനിക്ക് നിർബന്ധമായ കാര്യമാണ്, അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യമല്ല. ഇത് ഞാൻ പ്രവൃത്തിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈശ്വരനറിയാം ആർക്ക് കൊടുക്കണമെന്ന്, അവർക്ക് വേണ്ടി ചെയ്യാം. എനിക്കതറിയില്ല ആർക്കാണ്, അത് പരമാത്മാവ് നോക്കിക്കൊള്ളും. ഇത് ആർക്കാണ് ഇത് ഉതകുന്നത്, ഇത് ആർക്കാണ് വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ കർമ്മം ചെയ്തു. എന്താണ് എൻ്റെ കർമ്മം? യാതൊരു ആഗ്രഹം കൂടാതെ എനിക്ക് ഭഗവാൻ തന്ന സേവ. നീ ഇതിത്ര സേവിച്ച് ചെയ്യൂ, ഇതിങ്ങനെ നിഷ്കാമമായി ചെയ്തു. ബാക്കി കാര്യം എനിക്കെന്തിനറിയണം? ഇത് ആര് കണ്ടു കേട്ടത് എനിക്കറിയേണ്ട കാര്യം എന്താ? ഇത് നടത്തിക്കുന്ന ആൾ കണ്ടോളും. ആർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. എനിക്ക് യാതൊരു വിഷമവുമില്ല. ഇതാണ് യഥാർത്ഥമായ ജ്ഞാനം. ഇതെല്ലാവരും മനസ്സിലാക്കുക. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.